ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുവാനും അതനുസരിക്കുവാനും ഒരു വ്യക്തി തന്നെ ഒരുക്കുന്ന കാലഘട്ടത്തെയാണ് നാം നോമ്പെന്ന് വിളിക്കുന്നത്. നോമ്പ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഉപവാസവും നോമ്പും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതെന്താണെന്നറിയാമോ? നോമ്പുണ്ടോ എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളുടെ നോമ്പിനെ കുറിച്ചുള്ള വിചാരം ഏതറ്റം വരെ ചെന്ന് നിൽക്കും? കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ വർജനയിൽ നിൽക്കും. അതിനപ്പുറത്തേക്ക് നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഇനി അല്പം കൂടെ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ അത് എവിടേക്ക് കൊണ്ടുവരും? ഒരു മത നമസ്കാരത്തിലേക്കോ അനുദിന പ്രാർത്ഥനകളിലേക്കോ അല്പം കൂടി പോയാൽ ഭജനവായനയിലേക്കോ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അതിനോട് ചേർന്ന് കുറച്ച് നന്മ പ്രവൃത്തികൾ ചെയ്യുമെന്നുള്ളത് ആടോടാണ്, അതിനകത്ത് ചേർക്കപ്പെടുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പെടുക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉയർത്തുന്ന മഹാരഹസ്യത്തെ നിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനാണ് നീ നോമ്പെടുക്കുന്നതെങ്കിൽ, അവന്റെ കഷ്ടതകളുടെ കുറവുകളെ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഞാൻ സഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓർത്തു വെക്കുക, പ്രഭാഷകൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കണം. അവക്രത ഇല്ലാത്തത്, വളവുകളില്ലാത്തത്, ഋജുവായതായിരിക്കണം. നേർരേഖ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. അചഞ്ചലമായിരിക്കണം. എപ്പോഴും ഷേക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കണം. ആപത്തിൽ അടി വന്നരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യനിമിഷങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തതയുടെ കൈവരിയരുത്. സ്വർണവാഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, സഹനത്തെ ലോകം കാണുന്നത് പരിതാപകരമായ നഷ്ടപ്പെട്ട, പരാജയപ്പെട്ടവരുടെ ജീവിതമായിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് കുരിശിൽ കിടന്നപ്പോൾ ലോകത്തിന് ജയത്തിന്റെ ഒരു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച മനസ്സുള്ളത് കൊണ്ട് പറഞ്ഞു, നന്നായി തൂക്കിയെങ്കിലും കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് നാട്ടിറങ്ങി വാ. തൂക്കിയവർ നാണം കയറി ഇറങ്ങി വന്നു. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നില്ല. അതെന്താണെന്നറിയാമോ? തന്റെ മക്കൾ കടന്നു പോകുന്ന സഹനങ്ങളിൽ അവർക്ക് ഒരു ഓവർനൈറ്റ് റിസൾട്ട് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ഉത്തരത്തിലേക്കല്ല, ഈ സഹനത്തിന് അപ്പുറത്തേക്ക് മഹിമയുടെ ഒരു ഉയർപ്പിലേക്ക് ഒരു ജനത്തെ പ്രത്യാശയുള്ളവരാക്കി മാറ്റണമെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. കുരിശിന്റെ വഴികളിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ കരയാനും പരിതപിക്കാനും പാടില്ല. സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള പരിവേദനങ്ങളുമായി ഒരു കൂട്ടം പെൺകുട്ടികൾ ഓർസ്ലേ നഗരിയിൽ ഓടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. കർത്താവ് അവിടെ നിന്നിട്ട് പറഞ്ഞു, മക്കളെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക. അവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് കാണുന്നത് എന്താ? ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ ഓർത്തുകൊണ്ട് ആ കണ്ണുകൾ നിറയുക. ഭാരമേറിയ കുരിശിനേക്കാൾ തൊട്ട് മുൻപിൽ നിൽക്കുന്നവന്റെ ആ വേദനയുടെ ആധിക്യത്തിൽ കരവലിയുന്ന ഒരു കർത്താവിനെ നാം കാണുക. എന്താണെന്നറിയാവുന്നത്? സഹനങ്ങളിൽ നീ ഒറ്റയല്ല. ആമേൻ, ഹല്ലേലൂയ. ഉപവാസം എന്നത് 17-18 വാക്യങ്ങൾ. നീ കർത്താവിനോടൊപ്പം ഉപവസിക്കുന്നു എന്നത് ചുറ്റുപാടുകളിൽ നിന്നൊരു മെറിറ്റിന് വേണ്ടിയാവരുത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ചില ഭവനങ്ങളിൽ നോക്കിയല്ലോ, നമ്മുടെ ചില വീടുകളിൽ നമ്മൾ ഉപവസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ വീട്ടിൽ ഒത്തിരി ചിലവ് കൂടുതലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആഴ്ച മുതൽ വീട്ടിൽ ബീഫ് മേടിക്കില്ല, ഫിഷ് മേടിക്കില്ല, എഗ്ഗ് മേടിക്കില്ല, പകരം പനീർ മേടിക്കും. പിന്നീട് ചീസ് ഉണ്ടാവും, അല്ലേ? പിന്നീട് അവർക്ക് പിന്നെ കയ്യിൽ ആവശ്യത്തിലധികം പൊട്ടിച്ചു വെക്കും. പിന്നീട് വെജിറ്റബിൾസിന്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ മുഴുവൻ ഉണ്ടാക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ നാവിന്റെ രുചിക്കൂട്ടുകളോടൊന്നും ഉപവസിക്കുന്നില്ല. അതിന്റെ വസ്തുക്കളെ അങ്ങോട്ട് കൊണ്ട് മാറ്റി മാത്രമേ ഉള്ളൂ. അതായത് ചിലർക്ക് സോയാബീൻ മേടിച്ചിട്ട് അത് ബീഫ് പോലെ വറുത്ത് അത് കഴിക്കും. അപ്പോൾ ആ ബീഫാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരം ഉപവാസങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ഇല്ലെങ്കിൽ ചില ആളുകളുണ്ടെന്നാ രാവിലെ ഫാസ്റ്റിംഗ് ആണെങ്കിൽ അതെല്ലാവരെയും കൊണ്ട് പറയും, എന്താണ് ഒരു ക്ഷീണം, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതെന്താ നോക്കല്ലേ, ഉച്ചയാകുമ്പോഴത്തേക്ക് കൊല്ലാത്തൊരു ക്ഷീണം, ഉച്ചയ്ക്കും എന്തെങ്കിലും വേണ്ട, എന്താണ് കണക്ക് താന്ന് ചെയ്യുന്ന 2 നേരം ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ
ഇതെന്തുവാണ്? നാട്ടുകാർക്ക് വേണ്ടി എടുക്കുന്നത് പോലെയാണ്. ഈ ഞാൻ ഇങ്ങനെ ഉപവസിച്ചു, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. വൈകുന്നേരം 1.5 കിലോ ചോറ് പോകുന്നുണ്ട്. ചോദിച്ചോ, 2 നേരം ആഹാരം കഴിച്ചില്ല, ആരായിട്ട് നിർബന്ധിച്ചോ കഴിക്കായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഉച്ചക്കത്തെ ഉപവാസം നിർത്തിയത്. നേരത്തെ ധ്യാനത്തിൽ ഉച്ചയ്ക്ക് ഉപവാസം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കണ്ടൊരു മാരകമായ പ്രശ്നം എന്ന് പറയുന്നത്, കൈ വെക്കുന്ന സമയത്ത് ആർക്കും വേണ്ട ചോറ്, താഴെ ചോറ് കഴിയത്തില്ല. ഷുഗർ പിടിച്ചോളി ഒരുപാട് ചോറില്ല. ഈ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പിടിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇവരെ കൊണ്ട് കൂടുതൽ ചോറ് കഴിഞ്ഞ് ഷുഗർ രോഗികളാക്കുന്നതിനേക്കാൾ നല്ലത് ഒരേ അളവ് കുറച്ച് 2 നേരമായിട്ട് ചോറ് കൊടുത്ത് അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഉപവാസങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? മുഖം വിഷാദപ്പെടുത്തുക. കപട നാട്ടിക്കാരുടെ ഉപവാസം കർത്താവ് പറയുന്നത് 16-ാം വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്ടിക്കാരെ പോലെ. ഹിപ്പോക്രസി എന്താണ്? വിഷാദം ഭാവിക്കുക. തങ്ങൾ ഉപവസിക്കുന്ന അതിരെ കാണിക്കുകയാണ്, മുഖം വികൃതമാക്കി പിടിക്കുക എന്ന് പറഞ്ഞ് വല്ലാത്ത ക്ഷീണം അസ്വസ്ഥതയും ഒക്കെ വെക്കുക. ഇങ്ങനെ കർത്താവ് പറഞ്ഞ എന്താ? നീ ഉപവസിക്കുമ്പോൾ നന്നായിട്ട് മുഖം കഴുകി, മുഖത്ത് തൈലം പൂശി, നല്ല മിടുക്കായിട്ട് ഇരിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നിനക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. നമ്മൾ മാത്രം, ഞാനിത് ദൈവവും നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആരുടെയും ആത്മീയതയെ ഈ നോമ്പ് ഒരു സമയം കഴിയുമ്പോൾ പല വീടുകളിലും ഒക്കെ ചെന്നാൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10 നോമ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ വെറുതെ അമ്മമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരിചയമുണ്ട്, പക്ഷെ ഞാനും കൊച്ചും നന്നായിട്ട് നോമ്പെടുക്കാം. ഞാനും കൊച്ചും. പക്ഷെ ഒരു കഥയില്ല. ഇയാൾക്ക് യാതൊരു മാറ്റവുമില്ല, ഇയാൾ പ്രാർത്ഥിക്കത്തുമില്ല, പള്ളിയിലും കയറത്തില്ല, യാതൊരു വിധത്തിലുമില്ല. അവനെ പിന്നെ പറയുകയില്ല. ഫോണിനകത്ത് അവൻ അടയിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും ഫോൺ താഴെ വെക്കത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാനും. പിന്നെ ഇപ്പം നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇവളും സ്വർഗത്തിൽ പോകും, മറ്റവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഇതിനേക്കാൾ ഒരു പരിതാപകരങ്ങൾ പറയും, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇപ്പം ഓർക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു സംഗതി, ഈ പറയുന്ന നമ്മുടെ ഈ അഹങ്കാരത്തിന്റെ ഭാവങ്ങളിൽ നമുക്കൊരു മാറ്റം ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് മാറ്റമാണെന്ന് അറിയാമോ? നോമ്പ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കും തോറും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ കൂടെ ഇരിക്കുന്ന ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കും, ആ കൂടെയുള്ള ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കും. അങ്ങനെ ഞാൻ ഒപ്പമായിരിക്കുമ്പോൾ എൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. കർത്താവേ, എൻ്റെ ഭവനത്തില്, എൻ്റെ കൂട്ടായ്മയില് ഞാനാകുന്നത് പോലെ എന്ന് ഞാൻ വിചാരിക്കുന്ന വിധത്തിലെങ്കിലുമുള്ള ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, എൻ്റെ മക്കൾക്ക് പറ്റുന്നില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. അവരെ ഞാൻ ചേർത്ത് പിടിക്കും. ഞാനിപ്പോൾ എവിടെ ചാടിയാലും കയ്യിൽ താങ്ങുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണെന്നുള്ള അഹങ്കാരത്തിന്റെ ഭാവമല്ല. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വിശുദ്ധിയുടെ നോമ്പിന്റെ ഒരു കാവലായിട്ട് മാറുന്ന ഭാവം. ഈ നോമ്പിലൂടെ അപേക്ഷിക്കുന്ന ഈ വിശുദ്ധീകരണം എന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. ഉയർപ്പെന്ന മഹാസത്യത്തെ മനസ്സിലാക്കാൻ ഞാനാകുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഈ പാപബന്ധനങ്ങളുടെയും ഈ അശുദ്ധമായ ഇടങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നാൽ സാധിക്കുകയില്ല. അത് വിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്കാണ് ഉയർപ്പിക്കപ്പെട്ട കർത്താവിന്റെ സമാധാനവും ആ ഉയർപ്പിക്കപ്പെട്ട കർത്താവിനെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നോമ്പെടുക്കുന്നത് ഉയർപ്പിക്കപ്പെട്ട കർത്താവിനോടൊപ്പം ഉയർപ്പിന്റെ ഉത്ഥാന സന്തോഷത്തില്, ഉത്ഥാനത്തിന്റെ കൃപയില്, ഉത്ഥാന മഹോത്സവത്തിന്റെ ജീവിതം പിന്നീട് മുന്നോട്ട് മുഴുവൻ പോകാൻ വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തപസ്സെനിക്ക് നൽകുന്നത് ഈ ഉത്ഥാനാനുഭവത്തിൽ മുന്നിലേക്കുള്ള പോക്കാണ്. കാരണം ഇത് ഞാൻ വെറുതെ എന്ന് പറയുകയല്ല എന്ന് പറയാൻ ഞാനല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ്, സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. നോമ്പിൽ എന്റെ കർത്താവ് ഈ വിശുദ്ധീകരണത്തിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് മറ്റാരും എന്നോട് പറഞ്ഞതല്ല. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 1 തെസ്സലോനിക്കയുടെ 7-ാം വാക്യം എടുത്ത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? നമ്മുടെ ലാറ്റിൻ ആരാധനാ ക്രമം അനുസരിച്ച് ഇത് പെസഹ കാലത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള തപസ്സിന്റെ കാലഘട്ടമാണ്, അല്ലേ? ഈ തപസ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം കണ്ടുമുട്ടുന്ന ഒരു സവിശേഷതയുണ്ട്. എന്താണ്? കർത്താവ് യേശു മിശിഹ തന്റെ പരസ്യ ജീവിത ആരംഭത്തിന് തൊട്ട് മുൻപായിട്ട് ഒരുക്കത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഈ ഒരുക്കത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് താൻ ആയിരിക്കുന്ന എല്ലാ എൻഗേജ്മെന്റുകളിൽ നിന്നും ഒന്ന് വിത്ഡ്രോ ചെയ്തിട്ട് വിജന സ്ഥലത്തേക്ക് മാറി. അത് മരുഭൂമി എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ സഹാറ മരുഭൂമിയിലോ അല്ലെങ്കിൽ ഥാർ മരുഭൂമി പോലൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത ചൂടത്തിൽ കർത്താവ് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് വിജന സ്ഥലമെന്നും മരുഭൂമി എന്നും ഉദ്ദേശിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ക്ലേശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലായിരുന്നുകൊണ്ട് ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് ദൈവവുമായുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് വരിക. കാരണം വലിയൊരു ദൗത്യം, സുവിശേഷം അതുവരെയും ലോകത്ത് ജീവിക്കുന്നത് ആളുകൾ അറിയുന്നില്ലായിരുന്നു. രക്ഷയുടെ സദ്വാർത്ത ലോകത്തിലേക്ക് കടന്നു വരുന്നു. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് കാണുന്നത്. ആ സദ്വാർത്തയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം പിന്നീട് നാം കാണുന്നത് ദേവാലയത്തില് ഉപാധ്യായന്മാരോടൊപ്പം വരുന്നു. അന്നത്തെ ജൂയിഷ് സ്കോളേഴ്സിനോട് വചനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ അമ്പരിപ്പിക്കുന്ന ജ്ഞാനവും ബുദ്ധിവൈഭവമുള്ള ഒരു ബാലനിലേക്ക് വന്നിട്ട് പിന്നെ സുവിശേഷം ഒരു ദീർഘകാലഘട്ടത്തിലേക്ക് നമ്മൾ അറിയുന്നില്ല. പിന്നീട് നാം സുവിശേഷത്തിന് മുന്നോടിയായ സ്നാപക യോഹന്നാനിലൂടെ ഈ കടന്നു വരുവാനിരിക്കുന്നവനെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ ഒരു മഹാദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന മാമോദീസായുടെ വെളിപ്പെടലിന് ശേഷം കർത്താവ് ഈശോ മിശിഹ ഈ ധ്യാനാത്മകതയിലേക്ക് ഒരു മാറ്റം നടത്തുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? 40 ദിനരാത്രങ്ങള് മോശ സിനായി മലയിൽ 10 കൽപ്പനകളെ നൽകുവാൻ അല്ലെ ലഭിക്കുവാനായിട്ട് ദൈവവുമായി മുഖാമുഖമുള്ള സംഭാഷണത്തിലായിരുന്നത് പോലെ കർത്താവ് ഈശോ മിശിഹ സുവിശേഷത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി തന്നെ ഒരുക്കിയ കാലഘട്ടത്തെ നാം വിളിക്കുന്നതാണ് തപസ് കാലഘട്ടം. ഇതൊരു തപസ്സിന്റെ കാലമാണ്. ഇത് നാം പുറപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനങ്ങളിൽ കണ്ടുമുട്ടുന്ന അമലോക്യരുമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ യാഹ്വേ നീസി കർത്താവിന്റെ പതാകയാണ്. ആ കർത്താവിനെ എടുത്തുകൊണ്ട് പൈശാചികമായ എല്ലാ എന്താ പറയുക പിശാചിന്റെ എല്ലാ കുടില തന്ത്രങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവ് ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന്റെ കാലഘട്ടം. കാരണം കർത്താവ് ഈശോ മിശിഹ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ മറ്റെല്ലാ അവതാരങ്ങളും ഇൻകാർണേഷനും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഈശോയുടെ ജനന അവതാരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? മറ്റ് മതങ്ങളിലെ അവതാര പുരുഷന്മാരിൽ അവർ ഫുള്ളി ഡിവൈൻ തന്നെയായിരുന്നു, ദൈവീകരാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ അവർ മാനുഷ്യ രൂപം പൂണ്ട് ഇവിടെ ആയിരുന്നു എന്നേ ഉള്ളൂ. ഈശോയുടെ ജീവിതത്തിന്റെ മാത്രം ഒരു സവിശേഷത, ഒരു ഗ്രേറ്റ് മിസ്റ്ററി എന്ന് പറയുന്നത് ഹി ഈസ് ഫുള്ളി ഡിവൈൻ ആൻഡ് ഫുള്ളി ഹ്യൂമൻ ആണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായും. അതുകൊണ്ടാണ് അവന് കുരിശിൽ കിടന്നപ്പോൾ നിലവിളിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അവനെ കാസയുടെ ആ വലിയ തീവ്രവേദനയിൽ കഴിയുമെങ്കിൽ മാറിപ്പോകട്ടെ എന്ന് പറയേണ്ടത്. അല്ലെങ്കിൽ ഇതെല്ലാം ഒരു മായ മാത്രം, ഒരു ഇല്യൂഷനായിട്ട് പോകും. കർത്താവിന് വേദനയൊന്നും എടുക്കരുത്. നമുക്ക് തോന്നുകയാണ് വേദന എടുക്കുന്നത്. ഫാൻസി ഡ്രസ്സായിട്ട് മാറാമായിരുന്നു പുരുഷന്മാരാണ്. പക്ഷേ അത് റിയൽ ആയത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായവന് മനുഷ്യന്റെ വേദനകളെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്താണ്? ലാസറിന്റെ മരണവേളയില് അവിടെ ആയിരിക്കുന്ന കർത്താവിനെ കുറിച്ച്. അവിടെ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്കാണ് ഏറ്റവും വലിയ ഈശോയുടെ മനുഷ്യത്വത്തിന്റെ സവിശേഷത. ചെറിയ വാക്ക് ഏതാണ്? യോഹന്നാൻ 11:31-35. എന്താണ്? യേശു കണ്ണീർ പൊഴിച്ചു, തീർന്നു, അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. കണ്ണീർ പൊഴിക്കാൻ ഒരു കാരണമുണ്ട്. അവൻ അത്രമാത്രം സ്നേഹിച്ചിരുന്ന പിള്ളേരായിരുന്നു മാർത്തായും. അപ്പൊ അവരുടെ ആ നിലവിളിയും സഹോദരനെ നഷ്ടപ്പെട്ടതിന്റെ ആധിക്യവും കണ്ടപ്പോൾ മനുഷ്യനായ കർത്താവിനെ കരയാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിലുടനീളം നാം കണ്ടുമുട്ടുന്നത് മനുഷ്യപുത്രനായ കർത്താവിനെയാണ്. അപ്പോൾ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ നോമ്പെടുക്കുവാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊരു വ്യക്തി കൂടുതലായിട്ട് ചിന്തിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കണം, നോമ്പ് കാലഘട്ടം. നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നാം ധ്യാനിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും മാത്രമാണ്. കാരണം
തപസ് കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോഴേ ഒരു ധ്യാനം ഇനി വരുന്നുള്ളൂ. ഇനി മാർച്ചിൽ നമുക്കൊരു ധ്യാനമുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കർത്താവിന്റെ പാഷനെ കുറിച്ച് ചിന്തിക്കണം, പീഡാനുഭവ ധ്യാനത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയം. കാരണം ഹോളി വീക്കിനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം. ഇപ്പോൾ നമ്മൾ തപസ്സിന്റെ ആദ്യ ദിവസങ്ങളാണ്. പലരുടെ നെറ്റിയുടെ കുരിശ് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അത്രമാത്രം ആഴത്തിൽ പതിപ്പിച്ച കുരിശുകൾ പല നെറ്റികളിലും ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, ഈ നോമ്പിന്റെ ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്, നോമ്പ് എന്നത് നമ്മൾ ചില പശ്ചാത്തലങ്ങളിലേക്ക് വന്ന് ചിന്തിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് നോമ്പ് ഒരു അഭിഷേകത്തിലേക്കുള്ള മടങ്ങിവരവാണ്. അഭിഷേകം പഴയ നിയമത്തിലെ അഭിഷേകങ്ങളുടെ ഒരു പ്രത്യേകത. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് സാമുവേൽ അഭിഷിക്തനാക്കുന്ന ഭാഗം കാണുന്നത്. ഈ ദാവീദിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നതാണ്. വീണ്ടും ഞാൻ പറയുമ്പോൾ ബൈബിൾ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യണം. കാരണം വചനം കേട്ട് 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 പോവുക എന്നുള്ളതാണ് വചന ധ്യാനത്തിന്റെ പ്രത്യേകത. തമാശകൾ കേട്ടും ഉറങ്ങി നൂർന്നു പോയിട്ട് പ്രസംഗം നല്ലതായിരുന്നു എന്നുള്ള കമന്റ് യാതൊരു കാരണവശാലും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വചന പ്രഘോഷണത്തിൽ ഗുണപ്പെടുന്നില്ല. വചന പ്രഘോഷണം ധാരാളം വചനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഭിഷേകത്തിൽ നിലനിർത്താൻ വേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ ഈ നോമ്പ് കാലത്ത് പ്രത്യേകം ചിന്തിക്കുക. ഒന്നെന്താണ്? വേർതിരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഈ തെരഞ്ഞെടുപ്പിനോട് മറന്ന് ജീവിക്കാൻ പാടില്ല. നിയമാവർത്തന പുസ്തകത്തിന്റെ നിയമാവർത്തനം ഇനി കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടുമായിരിക്കും. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? നിയമാവർത്തനമാണ്. നിയമാവർത്തനം 7-ാം അധ്യായം, 7-ാമത്തെ അധ്യായം. നിയമാവർത്തനം 7-ന്റെ 6-ാമത്തെ വചനം എടുത്തേ. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ഇസ്രായേലിന്റെ വലിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു വചനമാണ്. എന്താണ്? നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഈ ഒരു ചോസൺ പീപ്പിളായിട്ട് അവർ മാറ്റപ്പെടുമ്പോൾ അത് അവരുടെ ഒരു വലിയ മെറിറ്റാണ്. അതേസമയം തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റിയുമാണ്. ധാരാളം ജനതകളുള്ള ഈ ലോകത്ത് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശുദ്ധ ജനമായിട്ട്, പീപ്പിൾ ഓഫ് ഗാഡായിട്ട് അവരെ തിരഞ്ഞെടുത്ത് ഭൂമിയിലെ എല്ലാ ജനതകളിൽ നിന്നും തന്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ ചെറുതായിരുന്നു. പക്ഷേ പ്രത്യേകതയുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ ജനം എപ്രകാരം മുൻപോട്ട് പോകണമെന്ന് പറയുന്നു. 9-ാം വാക്യം എടുത്തേ. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവം വിശ്വസ്തയോടുകൂടി തിരഞ്ഞെടുത്ത ഈ ലോക ദൃഷ്ടിയിൽ അതിശക്തരോ കുലീനരോ ഒന്നും അല്ലാതിരുന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് വിളിക്കുമ്പോൾ അടിമത്തത്തിന്റെ ജനമാണ്. പ്രത്യേകിച്ച് ഒരു മെറിറ്റ് ഉള്ളവരല്ല. പക്ഷെ ദൈവം തെരഞ്ഞെടുത്ത് ആ ചെറിയ ജനതയെ ലോകത്തിന് മുന്നിൽ അത്ഭുതമാക്കി മാറ്റുന്നതാണ് ഇക്കാലഘട്ടത്തിൽ ഉൾപ്പെടെ നാം പിന്നീട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം കൂടെയുള്ള ആ ജനത്തോട് അവിടുന്ന് പറയുന്നു, എങ്ങനെയാണ് ഈ അഭിഷേകത്തിൽ നിലനിൽക്കേണ്ടത്? എങ്ങനെയാണ്? ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുവാനും അതനുസരിക്കുവാനും ഒരു വ്യക്തി തന്നെ ഒരുക്കുന്ന കാലഘട്ടത്തെയാണ് നാം നോമ്പെന്ന് വിളിക്കുന്നത്. നോമ്പ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഉപവാസവും നോമ്പും യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതെന്താണെന്നറിയാമോ? നോമ്പുണ്ടോ എന്നൊരാൾ നമ്മളോട് ചോദിച്ചാൽ നമ്മളുടെ നോമ്പിനെ കുറിച്ചുള്ള വിചാരം ഏതറ്റം വരെ ചെന്ന് നിൽക്കും? കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ വർജനയിൽ നിൽക്കും.
അതിനപ്പുറത്തേക്ക് നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ഇനി അല്പം കൂടെ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ അത് എവിടേക്ക് കൊണ്ടുവരും? ഒരു കൊന്ത നമസ്കാരത്തിലേക്കോ അനുദിന പ്രാർത്ഥനകളിലേക്കോ അല്പം കൂടി പോയാൽ ഭജനവായനയിലേക്കോ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അതിനോട് ചേർന്ന് കുറച്ച് നന്മ പ്രവൃത്തികൾ ചെയ്യുമെന്നുള്ളത് ആടോടാണ്, അതിനകത്ത് തന്നെ ചേർക്കപ്പെടുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഉപവാവ് അതിന്റെ പൂർവാധിക ശക്തിയോടുകൂടി ശരീരത്തെ, ആത്മാവിനെയും ചിന്തകളെയും ഒക്കെ മന്ദീഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇരിക്കുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഷുഗർ ലെവൽ ഹൈ ആവുകയും നമുക്കത് ക്ഷീണത്തിന് കാരണമാവുകയും ചെയ്യും. ശരീരം ഇപ്പോൾ ഈ ശരീരം കൊണ്ടുവന്ന് ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കുന്ന സമയത്ത് തലച്ചോറ് മാക്സിമം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അത് ഷുഗറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ എനർജി ആയിട്ട് കൺവേർട്ടായി പുകയായിട്ട് കൊടുക്കും അല്ലെ? അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഉറക്കം വരുന്ന എല്ലാ ആളുകളും എന്തോ ചെയ്യണമെന്നില്ല, ഒന്ന് എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചിട്ടുണ്ടെങ്കിലിരിക്കണം. അപ്പോൾ മറ്റാരും ഒന്നും പറയാതെ തന്നെ ഉറക്കത്തിന്റെ പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ നമ്മുടെ എന്താണ്? ഈശോ 40 നഗരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് ദൈവത്തോട് നിരന്തര സംഭാഷണത്തിൽ ഏർപ്പെട്ടതിന് സദൃശമായിട്ട് നാം ഈ നോമ്പ് കാലത്ത് നമ്മിലെ മാമോദീസായിലൂടെയും മോറോനഭിഷേകം അഥവാ സ്ഥൈര്യലേപനത്തിലൂടെയും ലഭ്യമാക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ കാലത്തിന്റെ പൂർണ്ണതയിൽ തിരിച്ചറിവിന്റെ പ്രായത്തിൽ നടത്തിയ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്ന വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ പിന്നീടുള്ള വിവാഹമോ മറ്റ് കൂദാശകളിലൂടെയോ ലഭിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെ നാം വിളിക്കുന്ന പേരാവണം നോമ്പ്. അത് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ചതിന്റെ പേരിൽ ആഘോഷിക്കപ്പെടുവാണെങ്കിൽ അത് നോമ്പിന് നമ്മൾ പറയുന്ന ക്രൈസ്തവോചിതമായ നോമ്പിന്റെ തലങ്ങളിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ ഈ അഭിഷേകത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കർത്താവ് വിശ്വസിക്കുക, മരുഭൂമിയിൽ 3 പ്രലോഭനങ്ങളെയാണ് നേരിട്ടത്. ആ 3 പ്രലോഭനങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും സാധാരണ ലോകം കൊടുക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് പോകും. അതെന്താണ്? അപ്പം വർദ്ധിപ്പിക്കലുകൾക്ക് നോമ്പ് കാലത്തോട് ചേർന്ന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഭാവമുണ്ട്. എന്താണെന്നറിയാം? എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് എൻ്റെ മാത്രം ആവശ്യങ്ങളിലേക്ക് മാറുന്ന ഒരു കൂടുതൽ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന അവനവനിസത്തിലേക്ക് പോകുന്ന, ഞാനും എൻ്റെ ജീവിതവും എൻ്റെ ഇടങ്ങളും മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ അപ്പം വർധനവിന് പ്രത്യേകതയുണ്ടെന്നാണ്. അപ്പം വർദ്ധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ആരും പറഞ്ഞിട്ടല്ല, അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നുകയായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച സംഭവങ്ങളിലെല്ലാം നമുക്കത് പ്രത്യേകമായിട്ട് ഈ പറയുമ്പോൾ വചനം കൂടി എടുത്ത് നമുക്കൊന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. മർക്കോസിന്റെ സുവിശേഷം ഒരു ചെറിയ സുവിശേഷമായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 6-ാം അധ്യായം എടുത്താൽ അതിന്റെ 20 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഒരു അപ്പം വർധനവിന്റെ കാര്യം കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ 34-ാമത്തെ വാക്യം വളരെ പ്രധാനമാണ്. എന്താണെന്നറിയാമോ? അവൻ കരക്കിറങ്ങിയപ്പോൾ, മർക്കോസ് 6-ാം അധ്യായം, ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയിലില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കലിന്റെ അവസാനമാണ് അപ്പം വർധനവിന്റെ സമൃദ്ധിയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു പോകുന്ന സമയത്ത് വചനം നോട്ട് ചെയ്ത് വെക്കുക, പെട്ടെന്ന് എടുക്കാവുന്നവരെ കൂടെ എടുത്ത് വെച്ച് വായിക്കുകയും ചെയ്യുക. അപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കേണ്ട സമയത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ അപ്പം വർദ്ധിപ്പിക്കാനോ അപ്പം വർദ്ധിപ്പിച്ച ശേഷം ആദ്യം ഇലയെ തിരിക്കാനോ ഒരിടത്ത് നാം പറഞ്ഞതായിട്ട് കാണുന്നില്ല. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോമ്പ് നൽകുന്ന ഒന്നാമത്തെ ഈ നോമ്പ് കാലത്ത് ഈ അപ്പവർദ്ധനവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ഈ കാലഘട്ടത്തിന്റെ ഒരു ആധ്യാത്മികമായ ബോധ്യമാണ്. എന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ഞാൻ അപരനിലേക്ക് മിഴികളെ നീട്ടുകയും എന്റെ സുഖങ്ങള് സൗകര്യങ്ങള് എന്റെ വിശപ്പുകൾക്ക് പുറകെ ഞാൻ പോകുക. പല ആളുകളും പലപ്പോഴും ഈ വിശപ്പുകൾക്ക് പുറകെ പോകുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് ദൈവ സാന്നിധ്യം. ഇതേ നമുക്ക് എപ്പോഴും എൻ്റെ എല്ലാ പ്രസംഗത്തിലും കേൾക്കുന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് നോമ്പ് കാലം മറക്കാതെ നമ്മൾ കേൾക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകത്തിന്റെ 39-ാമത്തെ അധ്യായത്തിൽ നോമ്പ് കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത് മിക്കവാറും
എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നതാണ്, ഇവിടെയും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇത് പറയാതെ പോകാൻ പറ്റില്ല. 39-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 39-ാമത്തെ അധ്യായം ജോസഫും പൊത്തിഫറും എന്നുള്ള ആ ഹെഡിങ്ങിലാണ്. ഇവിടെ പ്രത്യേകത, പൊത്തിഫർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഈജിപ്തിലെ ആർമി കമാൻഡർ അല്ലെ ചീഫ് ഓഫ് മിലിറ്ററിയാണ്. ആര്? ഈ പൊത്തിഫർ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തിന് ഒരു അടിമ ബാലനെ ലഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ജോസഫ് എന്ന് പറയുന്നത്. ഈ ജോസഫ് എന്ന് പറയുന്ന അടിമ ബാലനെ, അബ്രഹാത്തിന്റെ മകനാണ് ജോസഫ് എന്നറിയാമല്ലോ. സ്വന്തം സഹോദരങ്ങളാൽ ഈജിപ്തിലേക്ക് വിൽക്കപ്പെട്ടു പോയതാണെന്ന് അറിയാമല്ലോ. 20 വെള്ളിക്കാശിനാണ് വിൽക്കപ്പെട്ടതെന്ന് അറിയാമല്ലോ. 30 വെള്ളിക്കാശിന് കർത്താവും 20 വെള്ളിക്കാശിന് ജോസഫും വിൽക്കപ്പെടുന്നു. ജോസഫ് ഈജിപ്തിൽ വരുന്നു. അടിമച്ചന്തയിൽ വെച്ച് പൊത്തിഫർ വാങ്ങുന്നു. വീട്ടിൽ വരുന്നു. പൊത്തിഫർ നോക്കുമ്പോൾ ഈ പയ്യന്റെ കൂടെ കർത്താവുണ്ട്. 3-ാമത്തെ വാക്യം എടുത്തേ, 39-3. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ചു. ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. ജോസഫ് ഈ വീടിന്റെ മേൽനോട്ടക്കാരനായപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? 5-ാം വാക്യം. ആ ഈജിപ്തുകാരന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വീട്ടിൽ ഒരാൾ മതി, ദൈവാനുഗ്രഹമുള്ള ഒരു ആളുണ്ടെങ്കിൽ അതിലൂടെ വീട് അനുഗ്രഹിക്കപ്പെടും. പൊത്തിഫർ നന്നായി ജീവിച്ചു നമ്മൾ കേട്ടിട്ടില്ല. പൊത്തിഫറിന്റെ വീട്ടിൽ ആരും നന്നായി ജീവിച്ചായിട്ട് കേട്ടില്ല. പക്ഷെ പുറത്തുനിന്ന് വന്ന അടിമച്ചെറുക്കനെ ഇവിടെ കൊണ്ട് നിർത്തി ദൈവം കൂടെയുള്ള അവനെ വീടിന്റെ കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് തന്നെ തോന്നി ഈ മനുഷ്യൻ കൃപയുള്ളവനാണ്, ഇവന്റെ കൂടെ കൃപയുടെ ഒരു ആത്മാവുണ്ടെന്ന് തോന്നിയപ്പോൾ പറയാതെ തന്നെ അവനെ എല്ലാ കാര്യവും ഏൽപ്പിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിചാരിക്കാനും ചിന്തിക്കാവുന്ന കാര്യമൊന്നുമല്ല. ഒരു ഈജിപ്തുകാരനല്ലാത്ത അന്യദേശക്കാരൻ, അത് യഹൂദൻ, ആ പയ്യൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഇത്രയും വലിയൊരു സൈനിക മേധാവി അയാളുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു. കാരണം ദൈവം കൂടെയുള്ളവന് തടസ്സങ്ങളില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെയുള്ളവന്റെ മുമ്പിൽ തടസ്സങ്ങൾ അവന് മുമ്പേ ദൈവം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ജോസഫിന്റെ ജീവനോടെ ഇരിക്കില്ലായിരുന്നല്ലോ. സഹോദരങ്ങളെ കൊന്നു കളയാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ റൂബനിലൂടെ ദൈവം സംസാരിച്ചു, നമ്മൾ അവനെ കൊല്ലാൻ പാടില്ല, നമുക്ക് സഹോദരനെ കൊന്നുള്ളത് വേണ്ട, പൊട്ടക്കിടന്ന് തള്ളിയിട, അവിടെ കിടന്ന് പോട്ടെ. എന്നിട്ട് വീണ്ടും റൂബന്റെ മനസ്സ് വചനം പറയുന്നത് എന്താണ്? ബഹുമാരി മാറി കഴിയുമ്പോൾ കൊച്ചിനെ കയറ്റി വിട്ടേക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും പദ്ധതി മാറ്റുന്നു. ഈജിപ്തിലേക്കുള്ള കച്ചവടക്കാർ പോകുമ്പോൾ പറയുന്നു, ഇവനെ നമുക്ക് വിറ്റാറ്. അപ്പോൾ റൂബൻ വിചാരിച്ച് ശരിയാ, കാരണം ഈ കിടന്ന് മരിക്കുകയല്ലേ, ബഹുമാരും ജീവൻ രക്ഷപ്പെടുത്താൻ സാധ്യതയില്ല, എന്നാൽ പിന്നെ കരക്കേറ്റ് വിൽക്കാൻ എവിടെയെങ്കിലും പോയി അവൻ ജീവിക്കട്ടെ എന്നുള്ളതാണ്. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് അവിടെ റൂബനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ദൈവം സംസാരിച്ചു. അപ്പോൾ മുതൽ ബാലന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവൻ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടത് മുതൽ അവന്റെ ജീവിതത്തിന് കൃത്യമായിട്ട് എപ്പിസോഡ് തിരിച്ച് ദൈവം ഒപ്പമുണ്ട്. ഇവിടെ വന്നു. ഇനി എന്താണ്? വീടിനെ അനുഗ്രഹിച്ച സമയത്ത് നമ്മൾ കാണുന്നു അവൻ തന്റെ വസ്തുക്കളെല്ലാം മേൽനോട്ടം ആരെ ഏൽപ്പിച്ചു? ജോസഫിന്. പക്ഷെ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണ്? ഭക്ഷണം ജോസഫ് ഇതിന് കഴിക്കുന്ന ഭക്ഷണം അതാ യോജിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കാരണം ഈജിപ്തിന് അവരുടേതായ ഒരു മെനു ഉണ്ട്. ആ മെനുവിലുള്ള പല കാര്യങ്ങളും ഒരു പക്ഷെങ്കിൽ ഒരു ജൂയിഷ് പേഴ്സൺ എന്ന നിലയിൽ ജോസഫിന് താല്പര്യമില്ലായിരുന്നില്ല. അതുകൊണ്ടാണ് ഭക്ഷണ കാര്യങ്ങൾ ഒഴികെ ബാക്കി ഒന്നിനും പൊത്തിഫറിന്റെ വീട്ടിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ബാക്കിയെല്ലാം ആരുടെ കയ്യിലായിരുന്നു? ജോസഫിന്റെ കയ്യിലായിരുന്നു. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഫലമേൽപ്പിച്ചതാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. പിന്നീട് നമ്മൾ താഴേക്ക് കാണുന്നത് ജോസഫ് കാണാൻ കൊള്ളാത്ത പയ്യനായിരുന്നു, മിടുക്കനായിരുന്നു. അപ്പോൾ പാപം ആ വീട്ടിൽ നിന്ന് തന്നെ പ്രലോഭനമായിട്ട് വരികയാണ്. പാപം എന്തായി തീർന്നു? നിലയും വിലയും മറക്കുന്നു. പാപം പിന്നീട് ഒരു അടിമച്ചറക്കൻ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു, നമ്മൾ ആരാണെന്ന്. നോമ്പ് കാലം നമുക്ക് നൽകുന്ന ഒരു ബോധ്യമാണിത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ തന്നെ മറന്നുകൊണ്ട് നാം ആയിത്തീരുന്ന അനുഭവങ്ങള് പലപ്പോഴും തിരിച്ചറിവില്ലാതെ നമുക്ക് പോകുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ ഇടയിലോ നമ്മുടെ കുടുംബത്തിലോ ദൈവാനുഗ്രഹമുള്ള ഒരാൾ ഇല്ലാതെ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഒടുക്കപ്പെട്ട ഈ ഭവനത്തിനുള്ളിൽ നിന്ന് തന്നെ തിന്മപ്പെട്ട ചിന്ത ആ വ്യക്തിക്ക് വരികയാണ്. പൊത്തിഫറിന്റെ ഭാര്യ ചിന്തിക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. വിശ്വസ്തനായ
സ്നേഹിതനായ തന്റെ ഭർത്താവിനേക്കാൾ അപ്പുറമായിട്ട് ഭർത്താവ് സകലത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് യാതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാതിരിക്കെ അങ്ങോട്ട് പാപത്തിന് ചെല്ലുമ്പോൾ അവൻ പറയുന്നത് കണ്ണുനീരോടെ മാത്രമേ നമുക്കത് കേൾക്കാൻ പറ്റൂ. ഏതൊക്കെ സമയത്ത് ഈ നോമ്പ് കാലത്ത് പാപത്തിന്റെ ബന്ധനങ്ങളെ താലോലിക്കുകയും ഹൗവായെ പോലെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന മനുഷ്യന്റെ അധപ്പതനത്തിന്റെ സമയത്ത് ഹൗവായിക്ക് പറയാനുണ്ടായിരുന്നത് സർപ്പത്തിന്റെ ഒരു വഞ്ചനയുടെയും സാഹചര്യത്തിന്റെയും കുറവുകളെ കുറിച്ചായിരുന്നു. ഞാൻ പാപം ചെയ്യില്ലായിരുന്നു, സാഹചര്യം എനിക്ക് പാപം തന്നു. ആദത്തിന് പറയാനുണ്ടായിരുന്നു, നീ എന്നെ ഏൽപ്പിച്ചത് വ്യക്തിയിലൂടെ എനിക്ക് ദൈവത്തിൽ തന്നെയാണ് കൂട്ടിക്കെട്ടിയത്. പാമ്പിനെ സൃഷ്ടിച്ചില്ലാണെങ്കിൽ പാമ്പ് വരില്ലായിരുന്നു, ദൈവമല്ലേ പണി ഒപ്പിച്ചത്. ഇനി ആദം നോക്കിയപ്പോൾ ഇവളെ കൊണ്ടൊന്നും കൂടെ നിർത്തിയില്ലാണെങ്കിൽ ഇത് വരില്ലായിരുന്നു. ഇവളെ കൊണ്ട് കൊടുത്തത് ആരാണ്? ദൈവമാണ്. അപ്പൊ സത്യത്തിൽ ഇതിന്റെ എല്ലാം മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊണ്ടുവന്ന് കൊടുത്തു? ദൈവത്തിന് കൊടുത്ത ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൽ നിന്ന് ദൈവം കൂടെയുള്ള ഒരു മനുഷ്യൻ എന്താകണമെന്ന് ഇവിടെ ജോസഫ് പറയുക. 9-ാം വാക്യം. ആ ബോധം നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവണം. വീട്ടില് അപ്പനോ അമ്മയോ മക്കളോ പ്രിയപ്പെട്ടവരോ കുടുംബാംഗങ്ങളോ തെറ്റിന്റെ വഴികളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ നോമ്പ് കാലത്ത് നാം പ്രാർത്ഥിക്കണം, എന്നിൽ ഒരു ജോസഫിന്റെ ധാർമ്മികതയും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ഉള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ രൂപാന്തരപ്പെടണം. അവിടെ ഞാനൊരു കൗണ്ടർ ക്വസ്റ്റ്യനായിട്ട് മാറണം. ഇങ്ങനെയല്ല നീ ആവേണ്ടത്. എന്താണ് ഇവിടുന്ന് പറയുന്നത്? എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. ഇത് പാപത്തിന്റെ ഒന്നാമത്തെ സാധ്യതകളാണ്. എല്ലാം, ഈ ഭവനത്തിലുള്ള എല്ലാം എന്നെ അവൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ മേൽനോട്ടത്തിൽ നിന്ന് ആരും ഇവിടെ മുകളിലല്ല. ഞാൻ സുപ്രീം അതോറിറ്റി ആണെങ്കിൽ പിന്നെ എന്റെ താഴെയുള്ളവര് ഞാൻ ചെയ്യുന്ന പാപത്തെ കുറിച്ചോ കുറവിനെ കുറിച്ചോ പറയുമോ? ഞങ്ങളുടെ നിലനിൽപ്പിനെ പറ്റി പറയില്ല. പക്ഷേ അവൻ പറയുകയാണ്, ആരും ഈ ഭവനത്തിൽ ഇല്ല. എന്താണ്? എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. ഞാൻ ചാപത്ത് വചനം പറയുന്നത് എന്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു. മലയാള ഭാഷയിലുള്ള എന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് പറയാനല്ല, പണ്ഡിതനല്ല, അല്ലെങ്കിൽ ആ ഒഴുക്കല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഈ വചനമാണ് സൗഖ്യം നൽകുന്നത്. ഇതാണ് സംസാരിക്കേണ്ടത്. ഈ ലോകത്തിന്റെ ഒരു തിയറി വെച്ചൊരു ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാനല്ല ബൈബിൾ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. മറിച്ച് വചനത്തിലൂടെ കേൾക്കുന്ന 10 പേർക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല. കാരണം കർത്താവ് യേശുമിശിഹ പറഞ്ഞ വചനത്തെയാണ്, അല്ലെ കർത്താവിനെ കുറിച്ച് മുൻകൂട്ടി കാത്തിരുന്ന ഒരു ജനതയുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ പുതിയ നിയമത്തിന് പഴയ നിയമത്തിന് പാടി. അത് മാത്രമേ നമുക്ക് ലോകത്തിന് സുവിശേഷമായിട്ട് നൽകാനുള്ളൂ. കാരണം നമുക്ക് ആ സുവിശേഷം നൽകിക്കൊണ്ട് സുവിശേഷമാകാനേ പറ്റൂ. ഈ ലോകത്തല്ലാതെ അറിവ് നടത്തുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ വേറെ ഇഷ്ടംപോലെ ആളുകൾ. പക്ഷെ ദൈവവചനം ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ വചനം വായിച്ചു തന്നെ കടന്നു പോകണം. അത് എന്റെ തലയെ ശുദ്ധീകരിക്കുന്നു, ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നു, കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അത് വിശുദ്ധീകരിക്കുന്നു. വീണ്ടും കേൾക്കുക, ആരും എന്റെ ഭവനത്തിൽ എന്നേക്കാൾ വലിയവനായിട്ടില്ല. എന്റെ മേൽനോട്ടത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റൊന്നവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ്. ഇത് മറന്നു പോകാൻ പാടില്ല. നമ്മൾ ആരുടേതാണെന്ന് മറന്നു പോകാതിരിക്കാൻ നമ്മൾ തുടർച്ചയായി നമ്മൾ ആരുടേതാണെന്ന് ചോദിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ആമേൻ, ഹല്ലേലൂയ. Who is my custodian? From where I am belongs. എവിടെയാണ് ഞാൻ ബിലോങ് ചെയ്തിരിക്കുന്നത്? ആരാണ് എൻ്റെ കാര്യസ്ഥൻ, എൻ്റെ ഉടമസ്ഥൻ? എൻ്റെ ചൂടോട്ടിൽ ചോദിക്കണം. പെണ്ണ് മറന്നുപോയി താൻ ആരുടേതാണ്. അതുകൊണ്ട് അടിമച്ചർക്കിന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, നീ ആരുടേതാണ്, നീ ആരുടേതാണ്. കാണാൻ വാങ്ങുന്ന ഒരു ശരീരം കണ്ടപ്പോൾ സ്ത്രീ സഹജമായ ബലഹീനതയിൽ ആ വ്യക്തി മറന്നുപോയത് എന്തൊക്കെയാണ്? തന്റെ നിലയും വിലയും മറക്കുകയാണ്, താൻ ആരെന്നുള്ള സ്ഥാനം മറക്കുകയാണ്, തന്റെ ചപലതയ്ക്ക് ലജ്ജയില്ലാതാവുകയാണ്. അപ്പോൾ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഈ ലജ്ജ ഇല്ലാതാവുന്നത്. ലജ്ജ എന്നത് അവനവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ആ വലിയ ഛായയിലും സാദർശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെന്ന ബോധ്യത്തിലെ ലജ്ജയുള്ളൂ. ഈ ലജ്ജ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ, അല്ലെ, ഷൈനസ് ഇല്ലാതായി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത് പോലും അവൾക്കറിയില്ല. അപ്പോൾ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ്? നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. എന്തിൽ നിന്ന്? എന്റെ മേൽനോട്ടത്തിൽ നിന്ന്. അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ
എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ വാദം ചെയ്യുക? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഈ നോമ്പ് കാലഘട്ടം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ ആഴത്തിൽ വേരുറപ്പിച്ച് പാകി വളർത്തേണ്ട ഒരു ബോധ്യമാണ് ഈ ബോധ്യം. എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അവിടെ ആരും വന്ന് അവനെ ശാസിക്കാൻ നിൽപ്പില്ല. ഏതെങ്കിലും ഒരു പണിഷ്മെന്റ് അവന്റെ പേരിൽ വരുമെന്നുള്ള ചിന്തകളില്ല. പക്ഷേ നീചമായതൊന്നും എന്റെ ദൈവത്തിനെതിരായി പ്രവർത്തിക്കാൻ പാടില്ല. അത് ആരോ പറഞ്ഞത് കൊണ്ടല്ല, ആരും പറഞ്ഞത് കൊണ്ടുമല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? ഉള്ളിലെ ദൈവാവബോധം കെടാതെ സൂക്ഷിക്കണം. God is always with me. അല്ലാതെ അവൻ പള്ളിയിൽ കയറുമ്പോൾ ഒപ്പമുണ്ട്, ചാപ്പലിൽ കയറുമ്പോൾ ഒപ്പമുണ്ട്, ധ്യാനകേന്ദ്രത്തിൽ കയറുമ്പോൾ ഒപ്പമുണ്ട്, പ്രയർ ഹോളിൽ കയറുമ്പോൾ ഒപ്പമുണ്ട്, മറ്റു ബാറിൽ പോകുമ്പോൾ ഒപ്പമില്ല, പാർക്കിൽ പോകുമ്പോൾ ഒപ്പമില്ല, മൊബൈൽ ഫോണിൽ ആവശ്യമില്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യുമ്പോൾ ഒപ്പമില്ല. പക്ഷെ പ്രശ്നം വരുമ്പോൾ നൊവേന ചൊല്ലുമ്പോൾ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുണ്ട്, അവിടെ ഇറങ്ങുമ്പോൾ അവിടെ ഇല്ല. ഇങ്ങനെ ചിന്തിക്കുകയല്ല, എപ്പോഴും കൂടെയുള്ള ഒരു ദൈവം. അതാണല്ലോ മരുഭൂമിയിൽ ഈശോ കാണിച്ചു തന്നത്. ദൈവം കൂടെയുള്ളവന് നീ ഈ പറയുന്ന വിശപ്പുകളുടെ പുറകെ ചിന്തിക്കാനല്ല. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വചനം കൊണ്ടുകൂടി എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തോടൊപ്പമാകാൻ എനിക്ക് പറ്റും. നമുക്ക് ആ ലൂക്കാ സുവിശേഷത്തിന് 4-ാം അധ്യായം എടുത്തു വെച്ച് രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു വലിയ ബോധ്യമുണ്ട്. നോമ്പുകാലം നമുക്ക് തന്നെ ഒന്നാമത്തെ ബോധ്യം എന്താണ്? തനിക്ക് വേണ്ടി തന്നെയുള്ള ചിന്തകളിൽ നിന്ന് ചുറ്റുപാടുകളിലേക്ക് കണ്ണുകളെ നീട്ടുകയും അതോടൊപ്പം തന്നെ തന്നിലെ വിശപ്പുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഞാനും എന്റെ ദൈവവും തമ്മിൽ അകറ്റുന്ന കാര്യങ്ങളാണെന്ന അറിവിൽ ആ വിശപ്പുകളോട് നോ പറഞ്ഞ് എന്ത് ചെയ്യണം? ഈ വിശപ്പുകൾ കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, മറിച്ച് എന്താണ്? ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയുക. നിങ്ങളിൽ പലരും എനിക്കറിയാം, ഇന്നലെയും രാവിലെ മുതൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളെ കൂടെ അനുഭവിക്കുക. നിങ്ങൾ പലരുടെയും പ്രത്യേകമായ മാനസികാവസ്ഥകളിലൊക്കെ. പക്ഷേ അതിനെ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം. ഒന്ന്, എന്റെ ശരീരത്തിന്റെ ഈ ഒരു പീഡകളെ കർത്താവ് യേശു മിശിഹായുടെ 40 ദിനരാത്രങ്ങളിലെ ആ ഏകാന്ത ധ്യാനത്തിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഒരു പ്രത്യേകമായ രീതിയിൽ ദൈവാനുഭവത്തിന് കൂടി. രണ്ടാമത്, വന്നുപോയി, പെട്ടുപോയി, ഇരുന്ന് പോയി, എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ച സന്ധ്യയാവണം, രക്ഷപ്പെടണം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇതിൽ നമ്മുടെ ഒരു പ്രിഫറൻസ് ആണ് വിച്ച് വൺ ചൂസ്, ഏതാണ് എടുക്കേണ്ടത്. പക്ഷെ അതിനനുസരിച്ചാണ് അതിന്റെ റിവാർഡും നമുക്കിരിക്കുന്നത്, അതിന്റെ പ്രതിഫലവും നമുക്കിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് നമ്മൾ കാണുന്നത്? പിശാചവനെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് സകല രാജ്യങ്ങളും അവന് കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുത്തിട്ട് എന്താണ് പറയുന്നത്? ഇവയുടെ മഹത്വവും ഇവയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? നീ എന്നെ കുമ്പിട്ട് ആരാധിക്കണം. നമുക്ക് ഈ നോമ്പ് ദിവസങ്ങളിൽ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന നോമ്പെടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നില്ല നമ്മുടെ കുറെ ആരാധനാ വസ്തുക്കളുണ്ട്. എന്താണ് ഈ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഈശോയുടെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ആരാധകനാണ് എന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളുടെ ഒരു അടിമത്തം എന്നെ വിടാതെ പിന്തുടരുന്നുണ്ട്. എത്രയോ മദ്യപാനികളായിട്ടുള്ള ആൾക്കാർ, ഞാൻ ഇന്നലെ ഒരിക്കൽ പറഞ്ഞു എന്ന് തോന്നുന്നു, നിങ്ങൾ മറന്നുപോയി കാണുമായിരിക്കാമെന്ന് വിചാരിക്കുന്നു, വീണ്ടും പറയാം. മദ്യപാനിയായ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണ്? 50 ദിവസത്തേക്ക് ഞാൻ മദ്യപാനം നിർത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 51-ാം ദിവസം ഞാൻ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഈ ലോകവും അതിന്റെ മഹിമകളും കാണിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞതുപോലാണ്, മദ്യമെന്ന് പറയുന്ന ഒരു വസ്തുവിനോട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു കർത്താവിനെ എനിക്ക് വേണ്ട. ഞാൻ നിരുപാധികം കർത്താവിന്റെ മുമ്പിൽ ബലഹീനനാണ് ഏറ്റു പറഞ്ഞ് മരണം വരെ ജീവിച്ചോളാം. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ബലഹീനതയെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത്, നശ്വരമായതിനൊക്കെ അനശ്വരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ലോകം എന്താണ് കാണിക്കുന്നത്? നശ്വരമായതിനെ അനശ്വരമാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ഗൂഗിൾ എടുത്താലും വാട്സാപ്പ് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും
യൂട്യൂബ് എടുത്താലും അതിലെല്ലാം നാം കാണുന്ന എന്താണ്? ഏറ്റവും കൂടുതൽ വില കൂടിയ കാറുകളുള്ള വ്യക്തികൾ, ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവര്, ഏറ്റവും വില കൂടിയ ആഡംബരങ്ങളിൽ ജീവിക്കുന്നവര്, അവരെയൊക്കെ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യ ജീവിതങ്ങളായിട്ടാണ് നാം കാണുന്നത്. സ്വർണം കാതിലും കഴുത്തിലും ധരിക്കുന്നതാണ് കൂടുതൽ. മറ്റ് ശരീരഭാഗങ്ങളിലും ധരിക്കുന്നവരുണ്ടാവും. പക്ഷെ സ്വർണം ധരിക്കുന്ന പെൺകുട്ടിയെ മാക്സിമം വസ്ത്രമില്ലാത്ത വിധത്തിൽ പരസ്യം കാണിക്കുന്ന എന്തിനാണ്? സ്വർണത്തെക്കാൾ അപ്പുറം നശ്വരമായ ഒരു ശരീരം കൊണ്ട് വശീകരിക്കുമ്പോഴാണ് സ്വർണത്തിന് മാറ്റു കൂടുന്നതാണ്. കാരണം അതിലേക്ക് നോക്കുകയുള്ളൂ. ഒരു സ്ത്രീ ശരീരത്തെ കുറിച്ച് നിങ്ങളുടെ പ്രായപൂർത്തിയായവരാണല്ലോ ഇരിക്കുന്നവരെ ഓർക്കുക. ഒരു സ്ത്രീ ശരീരത്തെ വൾഗറാക്കി നമ്മൾ കാണിക്കുന്ന ഏത് പിക്ചറിലും ഒന്ന് ഓർത്തോടുക, ദൈവം ആ സ്ത്രീ ശരീരത്തിലെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് വെറും വൾഗറായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഏത് ചിത്രങ്ങളിലും ഏത് കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അതിന്റെ യഥാർത്ഥ പർപ്പസ് എന്താണെന്നുള്ളത് അറിയാം. ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനാദ്യമായി ലഭിക്കേണ്ട ജീവാമൃതമാണ് ആ ശരീരഭാഗത്തിലൂടെ ദൈവം ആഗ്രഹിച്ചെങ്കിൽ അതിനെ നമ്മൾക്ക് കാണുമ്പോൾ അതിനെ പുറലോകത്തേക്ക് ഈ ലോകം കൊടുത്ത് നശ്വരതയുടെ ലോകത്ത് എന്താണ് അതിനൊരു പ്രാധാന്യമില്ല. ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യം ഇതാവണം. നശ്വരമായതിനെയൊക്കെ ഇങ്ങനെ അനശ്വരമാണെന്ന് പണം ഉണ്ടാക്കുക, സുഖിക്കുക, ജീവിക്കുക, എല്ലാവരെയും കോൺകെയർ ചെയ്യുക, അധിനിവേശം നടത്തുക, മറ്റുള്ളവരെക്കാൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുക. ഈശോയുടെ തന്നെ പറഞ്ഞേ ഇതെല്ലാം നിന്റേത് എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ മുകളിലാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെ എന്റേതാണ്. അപ്പൊ സാത്താന്റേതായതിനെയൊക്കെ തലയിൽ നമ്മൾ മാറിയിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ അധിപനാകാണ് വിശ്വാസത്തിൽ. ഞാനൊക്കെ അപ്പോഴും ചോദ്യമുണ്ടോ? എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഞാനും നീയും തമ്മിൽ എന്താണ്? തന്ന നിനക്കാട്ട് എന്നേക്കാൾ മേടിച്ചതിനേക്കാൾ തന്ന ഞാനാണ് വലിയ ആള്. ശരിയല്ലേ? കർത്താവ് അപ്പോൾ എന്താണ് പറഞ്ഞത്? നീ എന്നെ ആരാധിച്ചില്ലെങ്കിൽ നിന്റേതാണ്. യേശു മറുപടി പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. നോമ്പ് കാലഘട്ടം ഈ പ്രലോഭനത്തോട് ചേർന്ന് നമ്മുടെ ആരാധനയുടെ ഭാവങ്ങളിൽ വ്യത്യാസം വരാണ്ടിയിരിക്കുന്നു. അത് എപ്രകാരമുള്ള ആരാധനയാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ ശ്രീകാരുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവും സമരിയാക്കാരിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു വലിയ ഭാഗമാണ്. നമ്മൾ അതിനുശേഷം 21-ാമത്തെ വാക്യം മുതൽ അച്ഛൻ വായിക്കുകയാണ്. 4:21. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഇതൊരു ഒന്നാമത്തെ ബോധ്യം. ക്രിസ്തു ആരെന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കാനായിട്ട് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും വളരണം. ക്രിസ്തു ആരെന്നറിഞ്ഞ് അവനെ ആരാധിക്കും. ഇപ്പോൾ നമ്മൾ ക്രിസ്തു ആരെന്നറിയാൻ നമുക്ക് താല്പര്യമില്ല, മറിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ അനുഗ്രഹങ്ങളെ നൽകുന്ന ഒരു അസാമാന്യ ശക്തിയുള്ള മുകളിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ആവശ്യങ്ങൾ കൂടി വരുമ്പോൾ, എന്റെ വഴികളെല്ലാം അടയുമ്പോൾ ഈ വഴി തുറക്കുന്ന ഒരാളായിട്ട് കണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെ? പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാൻ നമുക്ക് കർത്താവിനുള്ള സ്നേഹത്തിന്റെ പ്രാർത്ഥനകളാണ് വേണ്ടത്, അല്ലേ? അത് വ്യക്തിപരമാണ്. സ്നേഹത്തിന്റെ പ്രാർത്ഥന അച്ഛൻ ഇവിടെ വന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഈശോയെ അത് തരണമേ, ഇത് തരണമേ, അങ്ങനെ ആകണമേ, ഇങ്ങനെ ആകണമേ. പക്ഷെ അവൻ നമ്മളോട് എന്താണ് ആദ്യം പറഞ്ഞത്? ആ ഒരു പ്രാർത്ഥന നമുക്കില്ല. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 12-ാമത്തെ വചനം എടുത്ത് അതെന്താണ് നാം കണ്ടുമുട്ടുന്നത്? ദൈവ പരിപാലനയുടെ ആശ്രയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇതെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അപകടമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അവിടുത്തെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ദൈവത്തിൻ്റെതായിട്ട് ഞാൻ മാറുക എന്നുള്ളതാണ്, അല്ലേ? ഉൽപ്പത്തി നമ്മൾ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? പുറപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ കണ്ടു. എന്താണ് കണ്ടത്? യാഹ്വേ നിസ്സി എന്നുള്ള ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? 17-ന്റെ 15 എന്താ?
മോശ അമലേക്കിനെ തോൽപ്പിച്ച ശേഷം അവിടെ ബലിപീഠം നിർമ്മിച്ചതിന് യാഹ്വേ നിസി എന്ന പേര് നൽകി. എന്താ യാഹ്വേ നിസി? കർത്താവാണ് എന്റെ പതാക. കർത്താവാണ് എന്റെ പതാക എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ കർത്താവിൻ്റെതാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഫ്ലാഗും പിടിച്ച് നീ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആ ഫ്ലാഗ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. യു ആർ ബിലോങ്സ് ടു ഇന്ത്യ, അല്ല യു ആർ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇല്ലേ? ഇത് തന്നെയാണ് എന്റെ കർത്താവിന്റെ സ്വന്തമായി ആ രാജ്യത്തിന്റെ അംഗമായിട്ട് ഞാൻ മാറുമ്പോൾ എനിക്ക് ആവശ്യമായത് എന്താണെന്ന് എന്റെ ഈശോയ്ക്ക് അറിയാവുന്നതിനപ്പുറത്തേക്ക് മറ്റാർക്കെങ്കിലും അറിയാമോ? ഇല്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഈശോയിലേക്ക് സ്നേഹിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളാണ്. അവിടെ നമ്മൾ എന്താണ് വീണ്ടും കണ്ടുമുട്ടുന്നത്? ആ കുട്ടിയോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, എന്തെന്നാൽ നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നതിന് പകരം അറിയുന്നതിനെ ആരാധിക്കുക. 23-ാം വചനം എടുത്തേ, 4:23. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെ തേടി വരുന്ന ഒരു കർത്താവിനെയാണ് നാം യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിലും നമ്മുടെ പ്രാർത്ഥനകളിലും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. കേവലം അനുഗ്രഹദായകനായ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകളല്ല. ഇവിടെ ഈശോ പറയുകയാണ് സത്യമായ ആരാധന. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വചനം എടുത്തു വെച്ച് വായിക്കണം. എത്ര വീഡിയോകൾ കേട്ടിട്ടും കാര്യമില്ല, എത്ര തവണ മറ്റുള്ള ഉപദേശങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. വചനം എടുത്തു വെച്ച് വ്യക്തിപരമായിട്ട് ധ്യാനിക്കുമ്പോൾ വചനത്തിലെ ഈശോ എന്നോട് സംസാരിക്കും. എൻ്റെ ബുദ്ധിക്കും എൻ്റെ ശക്തിക്കും എൻ്റെ അറിവിനും എൻ്റെ പഠിപ്പിനും മനസ്സിലാക്കുന്നതും ഒക്കെ അനുസരിച്ച്. അതാണ് ദൈവാത്മാവിന്റെ പ്രത്യേകത. ദൈവാത്മാവ് ഓരോരുവരും അവനവന് വേണ്ട രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. അപ്പൊ വചനം എടുത്തു വെച്ച് വായിക്കുക എന്നതാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് സത്യമായ ആരാധനയിലേക്ക് നമ്മളെ നയിക്കുക നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത് എന്താണെന്ന് അറിയാമോ? നോമ്പ് നൽകുന്ന ഒരു അഹങ്കാരത്തിന്റെ ചില മേഖലകളെ അതിജീവിക്കാനുള്ള വലിയൊരു തീരുമാനം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നോമ്പ് നൽകുന്ന ഒരു അഹങ്കാരത്തിന്റെ ഭാവം എന്താണ്? നീ നോമ്പൊക്കെ എടുത്ത് നിൽക്കുകയല്ലേ? വിശ്വാസം നേരെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ ഗോപുരസംഘത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവോത്തരനാണെങ്കിൽ ഇവിടെ താഴേക്ക് ചാടിക്കൊള്ളുക, നിന്നെ സംരക്ഷിക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ നിന്നെ കരങ്ങളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. സങ്കീർത്തനം 11-12 വചനങ്ങളാണ് എടുത്തു പറഞ്ഞത്. എവിടെ? സങ്കീർത്തനം 91:11-12 ദൈവവചനം തന്നെ എടുത്തിട്ടാണ് പറഞ്ഞത്. നീ നാട്ടിയാടിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, സങ്കീർത്തനത്തിലൂടെ ദാവീദിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. 91:11 നിന്റെ വാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ നോക്കിച്ചുകൊണ്ട് ചാടിക്കോളൂ. അപ്പോൾ എന്താണ് ഈശോ ഭക്തി? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നോമ്പിന്റെ കാലഘട്ടം പരീക്ഷണത്തിന്റെ കാലഘട്ടമല്ല എന്ന് പറഞ്ഞാൽ, ഈ നോമ്പ് ഒരു സമയം കഴിയുമ്പോൾ പല വീടുകളിലും ഒക്കെ ചെന്നാൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പകുതി നോമ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മൾ വെറുതെ അമ്മമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പരിതമുണ്ട്, പക്ഷെ ഞാനും കൊച്ചും നന്നായിട്ട് നോമ്പെടുക്കുക. അല്ല, ഞാനും കൊച്ചും, പക്ഷേ ഒരു കഥയില്ല. ഇയാൾക്ക് യാതൊരു മാറ്റവുമില്ല, ഇയാൾ പ്രാർത്ഥിക്കത്തുമില്ല, പള്ളിയിലും കയറുന്നില്ല, യാതൊരു വിധത്തിലുമില്ല. അവനെ പിന്നെ പറയുകയില്ല. ഫോണിനകത്ത് അവൻ അടയിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും ഫോൺ താഴെ വെക്കത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാനും. പിന്നെ ഇപ്പം നമ്മളെന്താ പറയുന്നത്? ഞാൻ ഇവളും സ്വർഗത്തിൽ പോകും, മറ്റവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനൊന്നും അല്ല. ഇതിനേക്കാൾ ഒരു പരിതാപകരങ്ങൾ പറയും, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അപ്പം ഓർക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഒരു സംഗതി, ഈ പറയുന്ന നമ്മുടെ ഈ അഹങ്കാരത്തിന്റെ ഭാവങ്ങളിൽ നമുക്കൊരു മാറ്റം ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് മാറ്റമാണെന്ന് അറിയാമോ? നോമ്പ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കും തോറും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ആ കൂടെ ഇരിക്കുന്ന ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കും, ആ കൂടെയുള്ള ദൈവത്തോടൊപ്പം ഞാൻ ആയിരിക്കും. അങ്ങനെ ഞാൻ ഒപ്പമായിരിക്കുമ്പോൾ എൻ്റെ വലിയൊരു ദൗത്യമുണ്ട്. കർത്താവേ, എൻ്റെ ഭവനത്തില്, എൻ്റെ കൂട്ടായ്മയില് ഞാനാകുന്നത് പോലെ എന്ന് ഞാൻ വിചാരിക്കുന്ന വിധത്തിലെങ്കിലുമുള്ള ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, എൻ്റെ മക്കൾക്ക് പറ്റുന്നില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. അവരെ ഞാൻ ചേർത്ത് പിടിക്കും. ഞാനിപ്പോൾ എവിടെ ചാടിയാലും കയ്യിൽ താങ്ങുന്ന ദൈവത്തിന് പ്രിയപ്പെട്ട മകനാണ്, മകളാണെന്നുള്ള അഹങ്കാരത്തിന്റെ ഭാവമല്ല. എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വിശുദ്ധിയുടെ നോമ്പിന്റെ
ഒരു കാവലായിട്ട് മാറുന്ന ഭാവം. ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ നമുക്ക് വീണ്ടും പറയാം, അഭിഷേകത്തിന്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പുകാലം ആഗ്രഹിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കണം. 1 Korinthos 10:13 എന്താണ് അഭിഷേകം? പുതിയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്തിന്റെ അടയാളങ്ങളെ കുറിച്ച്. കോറിന്തോസ് ലേഖനം 1:10-13 എടുക്കൂ. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നൽകും. ആമേൻ, ഹല്ലേലൂയ. ഒരു അഭിഷിക്തയുടെ ജീവിതത്തിൽ മറക്കരുതാത്ത കാര്യങ്ങളാണ്. ഒരു അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക്, അല്ലെ അഭിഷേകത്തിന് നന്മകൾ ഈ ലോകത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചിന്തിക്കണം, എന്റെ ജീവിതം അക്വേറിയത്തിൽ കിടക്കുന്ന ഫിഷിനെ പോലെ ഒരു ജീവിതമല്ല. യാതൊരു പ്രതിബന്ധങ്ങളും ഉണ്ടാവാത്ത, യാതൊരു പ്രതികൂല സാഹചര്യങ്ങളോടും നേരിടേണ്ടാത്ത, കൃത്യസമയത്ത് പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്ന വെള്ളത്തിൽ, കൃത്യസമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിച്ച്, കൃത്യസമയത്ത് ലൈറ്റും കിട്ടും, കൃത്യസമയത്ത് എന്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. ജീവിച്ചാൽ മാത്രം മതി. അതല്ലേ ഒരു അക്വേറിയം ഫിഷിന്റെ ജീവിതം എന്ന് പറയുന്നത്. അദ്ദേഹം ജീവിച്ചാൽ മാത്രം, അദ്ദേഹം ഒന്നും അറിയണ്ട. അദ്ദേഹം അക്വേറിയത്തിലെ ഫിഷിനെ നോക്കി നിങ്ങൾ സംസാരിച്ച് നോക്കണം. അപ്പൊ അവൻ പറയും ജീവിതം മടുത്തെന്ന് പറയും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ലാത്തൊരു ജീവിതം. വിശന്നാലും വിശന്നില്ലെങ്കിലും രാവിലെ ചൈനീസ് ഫുഡ് എടുത്തിട്ട് കൊടുക്കും. തിന്നാലും നിന്നില്ലെങ്കിൽ അവിടെ കിടക്കും. ഇനി അത് തിന്നാതെ ബാക്കി മിച്ചം വന്നാൽ അവന് കുഴപ്പമൊന്നുമില്ല. വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നുള്ളത് വൃത്തിയാണ്. പിന്നെ ഓക്സിജൻ അല്ലാതെ കിട്ടും. വൈകുന്നേരം ലൈറ്റ് ഇട്ട് കൊടുക്കും. അവനാകെയുള്ള പണി എന്താ? ഈ ഭിത്തിയെ തിരിച്ച് തിരിച്ചു വരിക, ഭിത്തിയെ തിരിച്ച് തിരിച്ചു വരിക, ഭിത്തിയെ തിരിച്ചു വരിക. ഇതാണ് ദൈവ പൈതലിന്റെ ജീവിതം. എന്നാണ് പലപ്പോഴും നമ്മൾ അഭിഷേകം മറന്ന് ജീവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, അല്ലെ? നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രാർത്ഥന ഈ അക്വേറിയം ഫിഷ് ആകണമെന്നാണ്. അതായത് പ്രാർത്ഥിക്കുന്നുണ്ടോ യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ യാതൊരുവിധ വിഷയങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? ദൈവത്തോട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമുണ്ട്, എന്താണ്? അച്ഛാ, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം വിശുദ്ധമായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കും? മറ്റാരെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമല്ലായിരുന്നു. കാരണം അവർക്ക് അതിന് സാധ്യതയെങ്കിലും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. ദൈവത്തിനാണോ തെറ്റുപറ്റിയിരിക്കുന്നത്, അതോ എനിക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത്? അപ്പൊ എനിക്കാണെന്ന് പറഞ്ഞാൽ അവൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നടത്തും. അവൻ അതിന്റെ പ്രാർത്ഥന, കാരണം തെറ്റ് അവന്റെ ആയിപ്പോയി. കാരണം പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം അക്വേറിയം ഫിഷിന് കാരണം എന്താണ്? ദൈവത്തോട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമുണ്ട്, എന്താണ്? അച്ഛാ, ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ഇത്രമാത്രം വിശുദ്ധമായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കും? മറ്റാരെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നമല്ലായിരുന്നു. കാരണം അവർക്ക് അതിന് സാധ്യതയെങ്കിലും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. ദൈവത്തിനാണോ തെറ്റുപറ്റിയിരിക്കുന്നത്, അതോ എനിക്കാണോ തെറ്റുപറ്റിയിരിക്കുന്നത്? അപ്പൊ എനിക്കാണെന്ന് പറഞ്ഞാൽ അവൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നടത്തും. അവൻ അതിന്റെ പ്രാർത്ഥന, കാരണം തെറ്റ് അവന്റെ ആയിപ്പോയി. കാരണം പ്രാർത്ഥിക്കാൻ പാടില്ലായിരുന്നു. കാരണം അക്വേറിയം ഫിഷിന്റെ മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പരിപാലനയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും വന്നിട്ടില്ല. ശരീരത്തോട് ചേർന്നോ, ചിന്തകളോട് ചേർന്നോ, വിചാരങ്ങളോട് ചേർന്നോ, വികാരങ്ങളോട് ചേർന്നോ, ഇഷ്ടങ്ങളോട് ചേർന്നോ അല്ലാതെ ഒരു പ്രലോഭനവും ആരും ഉണ്ടാവുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ കുടിയന്മാരോടൊക്കെ ചോദിച്ചു നോക്കണം. ഞാൻ കുടിക്കുന്ന ആൾക്കാരോട് ICUയിൽ കയറിയപ്പോൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, വയ്യാതായി ICUയിൽ കിടക്കുവാണ്, അതിൻ്റെയും കാര്യത്തിലൊക്കെ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നല്ല കുടിയാണ്, ഇപ്പോൾ ഒരെണ്ണം കൊണ്ട് ഇതിനകത്തോടെ പൊട്ടിച്ച് കയറ്റി തന്നാലും പറയരുതേ, എങ്ങനെയും എന്നിട്ട് കഴിഞ്ഞാൽ അടി തുടങ്ങും. കാരണം എന്താണ്? നിർജീവമായ അവസ്ഥയിൽ ഒന്നിനോടും താല്പര്യമില്ല. അപ്പോൾ പ്രലോഭനങ്ങളൊക്കെ വരുന്നത് ദൈവം നൽകിയ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കുമ്പോഴേ ഉള്ളൂ. ചുമച്ച് ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരാൾ നിർവേഗത്തിൽ തീർത്തുകൊണ്ട് കൊടുത്താൽ പുള്ളിക്കാരൻ മേടിക്കത്ത് പോലും ഇല്ല. മേടിക്കുവോ? ഇല്ല. പക്ഷെ ആരോഗ്യത്തോട് ഇരിക്കുമ്പോൾ കൊടുത്താലോ പുകവണ്ടിയായി മാറും. അപ്പോൾ പ്രലോഭനങ്ങൾക്കെല്ലാം നമ്മുടെ ഒരു സമ്മതവും കൂടിയുണ്ട്, നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ അനുകൂലതയുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങളുടെ ഒരു താല്പര്യങ്ങളുടെ വിചാരങ്ങളുടെ വികാരങ്ങളുടെ ഒക്കെ ഒരു കോംപ്രമൈസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? മനുഷ്യ സാധാരണമല്ലാത്തതായിട്ടുള്ള പ്രലോഭനങ്ങൾ ഇല്ല. കാരണം ഇത് വെറുതെ പറയുകയല്ല. യാക്കോബുകാരുടെ ലേഖനം എടുത്ത്, യാക്കോബുകാരുടെ ലേഖനം നമുക്ക് ചിലരൊക്കെ പറയും കർത്താവ് എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്നെ പരീക്ഷിക്കത്തില്ല.
കർത്താവിന് അങ്ങനെ പരീക്ഷിക്കാൻ സമയമേ ഇല്ല. കാരണം കർത്താവിന് അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള യാതൊരു താല്പര്യമില്ലാത്ത ഒരാളുടെ പേരാണ്, ഒട്ടും പരീക്ഷിക്കാൻ താല്പര്യമുള്ള ആളുടെ പേരെന്താണ്? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം എടുത്തേ. ഫിലിപ്പിയർ കഴിഞ്ഞാൽ പിന്നെ തെസ്സലോനിക്ക കഴിഞ്ഞിട്ട് യാക്കോബ് കിട്ടിയോ? ഇതിനകത്തെ വായിച്ച് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 14-ാമത്തെ വാക്യം 14-15. ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കുകളെ കൃത്യമാക്കുന്നുണ്ട്. നമ്മുടെ താല്പര്യത്തോടും ഇഷ്ടത്തോടും വികാരങ്ങളോടും വിചാരങ്ങളോടും താല്പര്യങ്ങളോടും ഒക്കെ ബന്ധപ്പെടുത്തി ഉണ്ടാകുന്നതേ ഉള്ള പ്രലോഭനങ്ങള്. യാക്കോബ് ശ്ലീഹ പറയുകയാണ് 1:14, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. നമ്മളിൽ പലരും പെട്ടു നിൽക്കുന്ന പല പ്രശ്നങ്ങളിലേക്കും ചെന്നാൽ അതൊന്നും നൂലിൽ കെട്ടി വന്ന പ്രശ്നങ്ങളൊന്നും അല്ല. ആണോ? നമ്മുടെ അഭിപ്രായം കൊണ്ടും നമ്മുടെ ആവേശം കൊണ്ടും നമ്മുടെ പിടിക്കപ്പെടുകയില്ല എന്നുള്ള ചിന്ത കൊണ്ടും ഇനി പിടിക്കപ്പെട്ടാൽ ഊരിപ്പോകാമെന്നുള്ള ചിന്ത കൊണ്ടും അല്ലെങ്കിൽ ഇപ്പൊ എന്തോ സംഭവിക്കാനാണെന്നുള്ള ചിന്ത കൊണ്ടും ഒക്കെ ചെന്ന് ചാടിക്കൊടുത്ത് ഊരാക്കൊടുക്കലായിരിക്കുന്നതാണ്. 15-ാം വാക്യം വീണ്ടും പറയുകയാണ്, മോഹങ്ങളും ഇഷ്ടങ്ങളും വിചാരങ്ങളുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 15-ാം വാക്യം യാക്കോബ് എഴുതിയ ലേഖനം 1:15, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തില് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കാൻ. കാരണം മനുഷ്യ സഹജമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നാം തീരുമാനമെടുക്കുമ്പോൾ മുതൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാനും നമ്മൾ ദൈവത്തിന്റെ പൈതലായിട്ട് ജീവിക്കാൻ. കാരണം ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്രകാരമാണ് നാം അതിനെ അതിജീവിക്കുന്നത് കാണിച്ചു തരാനാണ് അവൻ ദൈവമായിരിക്കെ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകാവുന്ന എല്ലാ പ്രയാസങ്ങളെയും അവിടുന്ന് നേരിടാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു. നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്, പരിശ്രമിക്കാതെ ജീവിച്ച് കാണിച്ചത്. അപ്പൊ കത്ത് ശുശ്രൂഷയ്ക്കാണോ നാം ഒരുങ്ങുന്നത്? പ്രഭാഷകൻ 2-ാം അധ്യായം 2-ാം അധ്യായം 1-ാം വാക്യം, എന്റെ മകനെ, നീ കത്ത് ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പെടുക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഉയർത്തുന്ന മഹാരഹസ്യത്തെ നിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാനാണ് നീ നോമ്പെടുക്കുന്നതെങ്കിൽ, അവന്റെ കഷ്ടതകളുടെ കുറവുകളെ എന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഞാൻ സഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓർത്തു വെക്കുക, പ്രഭാഷകൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ, എന്റെ മകനെ, നീ കത്ത് ശുശ്രൂഷയ്ക്ക് ഒരുപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കണം. അവക്രത ഇല്ലാത്തത്, വളവുകൾ ഇല്ലാത്തത്, ഋജുവായതായിരിക്കണം. നേർരേഖ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അജഞ്ചലമായിരിക്കണം. എപ്പോഴും ഷേക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കണം. ആപത്തിൽ അടിവണരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യനിമിഷങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവരിയരുത്. സ്വർണവാഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, സഹനത്തെ ലോകം കാണുന്നത് പരിതാപകരമായ നഷ്ടപ്പെട്ട പരാജയപ്പെട്ടവരുടെ ജീവിതമായിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവിനോട് കുരിശിൽ കിടന്നപ്പോൾ ലോകത്തിന് ജയത്തിന്റെ ഒരു കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച മനസ്സുള്ളത് കൊണ്ട് പറഞ്ഞു, അമ്മാര് തൂക്കിയെങ്കിലും കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് നാട്ടിറങ്ങി വാ. തൂക്കിയവർ കാണുമ്പോൾ ഇറങ്ങി വന്നു. പക്ഷെ കർത്താവ് ഇറങ്ങി വന്നില്ല. അതെന്താണെന്നറിയാമോ? തൻ്റെ മക്കൾ കടന്നു പോകുന്ന സഹനങ്ങളിൽ അവർക്ക് ഒരു ഓവർനൈറ്റ് റിസൾട്ട് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ഉത്തരത്തിലേക്കല്ല, ഈ സഹനത്തിന് അപ്പുറത്തേക്ക് മഹിമയുടെ ഒരു ഉയർപ്പിലേക്ക് ഒരു ജനത്തെ പ്രത്യാശയുള്ളവരാക്കി മാറ്റണമെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. കുരിശിന്റെ വഴികളിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ കരയാനും പരിതപിക്കാനും പാടില്ല.
സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള പരിവേദനങ്ങളുമായി ഒരു കൂട്ടം പെൺകുട്ടികൾ ഓർശ്ലേം നഗരിയിൽ ഓടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. കർത്താവ് അവിടെ നിന്നിട്ട് പറഞ്ഞു, മക്കളെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക. അവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് കാണുന്നത് എന്താ? ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവരവരുടെ കുഞ്ഞുങ്ങളും അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ ഓർത്തുകൊണ്ട് ആ കണ്ണുകൾ നിറയുക. ഭാരമേറിയ കുരിശിനേക്കാൾ തൊട്ട് മുൻപിൽ നിൽക്കുന്നവന്റെ ആ വേദനയുടെ ആധിക്യത്തിൽ കരവലിയുന്ന ഒരു കർത്താവിനെ ഞാൻ കാണുക. എന്താണെന്നറിയാവുന്നത്? സഹനങ്ങളിൽ നീ ഒറ്റയല്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇന്നുള്ളതോ നാളെയുള്ളതോ ഇനി വരാനിരിക്കുന്നതുമായ സഹനങ്ങളിൽ പോലും നിന്നെ കുറിച്ച് കരുതലുള്ള ഒരു കർത്താവാണ്. ആമേൻ, ഹല്ലേലൂയ. ഓസ്ട്രേലിയയിലെ പെൺകുട്ടികൾ കർത്താവിന്റെ സഹനത്തെ ഓർത്ത് കരയുമ്പോൾ ഇനിയും ഒരിക്കൽ വരാനിരിക്കുന്ന അവരുടെ സഹനത്തെ ഇപ്പോഴേ ചേർത്ത് പിടിച്ച് കരയുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇത് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് വായിക്കാൻ. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ സ്വർണത്തിനെ അത് 18 കാരറ്റാക്കി മാറ്റുന്ന, ഒരു മാലിന്യവും ഇല്ലാത്ത വിധത്തിൽ ശുദ്ധീകരിക്കുന്ന ആ ശുദ്ധീകരണമാണ്. ചിപ്പിക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഒരു മണൽത്തരിക്കൽ കഥ പറയാണ്. ആ കഥ എന്താണെന്നറിയാമോ? തന്നെ നിരന്തരം പുറത്തേക്ക് കളയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ചിപ്പിയുടെ കണ്ണുനീരിന്റെ കഥയാണ് ആ മണൽത്തരിക്ക് പറയാനുള്ളത്. പക്ഷെ ആ കണ്ണുനീരിന്റെ കഥ പിന്നീട് മണൽത്തരിയെ അമൂല്യ വിലയുള്ള പേളാക്കി മാറ്റുന്നു, പവിഴമാക്കി മാറ്റുന്നു. അകപ്പെട്ടു പോയ ഒരു ചിപ്പിയെ പുറത്താക്കാനുള്ള പരിശ്രമം മുത്തുച്ചിപ്പിയെ കൊണ്ട് വിലയേറിയ ഒരു മുത്തിന്റെ ഉടമസ്ഥനാക്കി മാറ്റുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നീളുന്ന സഹനങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടേതുമായ അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ ലോകം തള്ളിപ്പറയുമ്പോൾ ഈ നോമ്പ് നമുക്ക് നൽകേണ്ട പ്രത്യാശ സഹനങ്ങളിൽ ഒപ്പം തന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവിനെ അവിടുന്ന് വീണ്ടും നമുക്ക് നൽകുന്ന വലിയൊരു ബലമുള്ള ഒരു അനുഭവം. അതെന്താണെന്നറിയാമോ? എന്റെ ജീവിതം കർത്താവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ്. ഇവിടെ ഈശോ നമ്മളോട് പറയുക, നിങ്ങൾ അക്കോറിയത്തിലെ ഫിഷിനെ പോലുള്ള ഒരു വിശ്വാസിയാകാൻ പാടില്ല. നിലവിളിയുടെ ഒരു മക്കൾ മാത്രമല്ല, നമ്മൾ നോമ്പ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ആഴത്തിൽ കുഴി കുഴിച്ച് അടിസ്ഥാനമിട്ടൊരു വിശ്വാസത്തിന്മേൽ പണിയപ്പെട്ടതാണോ എന്റെ വിശ്വാസ ജീവിതം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതെന്താണെന്നറിയാമോ? എന്റെ ജീവിതം കർത്താവിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യമാണ്. ഇവിടെ ഈശോ നമ്മളോട് പറയുക, നിങ്ങൾ അക്കോറിയത്തിലെ ഫിഷിനെ പോലുള്ള ഒരു വിശ്വാസിയാകാൻ പാടില്ല. നിലവിളിയുടെ ഒരു മക്കൾ മാത്രമല്ല, നമ്മൾ നോമ്പ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ആഴത്തിൽ കുഴി കുഴിച്ച് അടിസ്ഥാനമിട്ടൊരു വിശ്വാസത്തിന്മേൽ പണിയപ്പെട്ടതാണോ എന്റെ വിശ്വാസ ജീവിതം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ലൂക്ക 6:46 മുതലുള്ള വചനങ്ങൾ എന്താണ്? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരെന്ന് ഞാൻ വ്യക്തമാക്കാം. ഈശോയെ വ്യക്തമാക്കുന്നത് എന്താണ്? ആഴത്തിൽ കുടിപിടിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യൻ. അവരുടെ പ്രത്യേകത എന്താണ്? ഭവനത്തിന്മേൽ കാറ്റാഞ്ഞടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ഭവനം താഴെ വീണില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഭവനത്തിന്മേൽ കാറ്റൂതി, കൊടുങ്കാറ്റുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് സംഭവിച്ചില്ല? എന്തുകൊണ്ട് സംഭവിച്ചില്ല? എന്തുകൊണ്ട് സംഭവിച്ചില്ല? അടിസ്ഥാനം ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. സഹനം വന്നു, രോഗം വന്നു. ഇന്നലെ ജിമ്മിയുടെ കഥയ്ക്കകത്ത് ഞാൻ പറഞ്ഞതുപോലെ, സംഭവത്തെ പോലെ, ജിമ്മി 2024 ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ജിമ്മിക്ക് ഒരു കഥയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ, വീടുമായി ബന്ധപ്പെട്ട്. അതേ ജിമ്മിക്ക് 2025 ഏപ്രിൽ വരുമ്പോൾ ഒരു കഥയുണ്ടായിരുന്നു. അതേ ജിമ്മിക്ക് നവംബർ മാസത്തിൽ വരുമ്പോൾ വീണ്ടും ഒരു കഥയുണ്ടായിരുന്നു വീടുമായി ബന്ധപ്പെട്ട്. പക്ഷേ 2026 ഫെബ്രുവരി മാസത്തിൽ ജിമ്മിയുടെ വൈഫ് ജെസ്സി വിളിക്കുമ്പോൾ ജിമ്മി 51 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ക്യാൻസർ എന്ന മഹാരോഗത്തിൽ ഈ ലോകത്ത് നിന്ന് കടന്നു പോകാനുള്ള ദിവസങ്ങളെ എണ്ണി നിൽക്കുമ്പോൾ ജിമ്മിയുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ജെസ്സി അമ്മയ്ക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? ഈ സഹനത്തിൽ നിന്ന് പുറത്തുനിന്ന് വിടുതൽ കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. പരോക്ഷമായിട്ട് എന്താണ്? ജിമ്മിയെ സ്വർഗത്തിലേക്ക് എടുക്കണമെന്ന് തന്നെയാണ് അല്ലേ? സഹനങ്ങളിൽ ഉറച്ചു നിൽക്കണം. പക്ഷെ ഞാൻ കുടുംബത്തിൽ കണ്ടൊരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ
അപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാത്തൊരു മനസ്സ് പ്രിയപ്പെട്ട അമ്മാമയ്ക്കുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ കൊക്കൂണായിട്ടിരുന്നാൽ എനിക്ക് ചിത്രശലഭം വാങ്ങാൻ പറ്റുമോ? ഇല്ല. പുഴുവിൽ നിന്ന് ചിത്രശലഭം വാങ്ങണമെങ്കിൽ എനിക്ക് രൂപാന്തരീകരണം ആവശ്യമാണ്. അതിന് ഞാൻ കൊക്കൂണിനെ പൊട്ടിച്ച് പുറത്ത് വരാൻ അകത്ത് നിർത്തുന്ന ഒരു വലിയ പരീക്ഷണം അല്ലേ? ആ കൊക്കൂണായിരിക്കുന്ന അത് ഈ ബലം പിടിച്ച് കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ രൂപാന്തരീകരണം സംഭവിക്കുന്നു. ഒരാൾ അതിനെ ആ പരിശ്രമത്തെ എളുപ്പമാക്കി കൊടുത്താൽ എന്ത് സംഭവിക്കും? അത് ചിത്രശലഭവും പുഴുവും അല്ലാത്തൊരവസ്ഥയിൽ പുറത്തേക്ക് ചത്തുപോകാനേ പറ്റൂ, സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. നോമ്പുകാല ഉപവാസത്തെ വെറുത്തുകൊണ്ട്, പ്രാർത്ഥനയെ വെറുത്തുകൊണ്ട്, നോമ്പിന്റെ നന്മകളെ വെറുത്തുകൊണ്ട്, സർവ്വപരി വചനത്തെ മറന്നുകൊണ്ട്, വിശുദ്ധ കുർബാനകളെ അവഗണിച്ചുകൊണ്ട് ഒരു ഉത്ഥാനാനുഭവം ലക്ഷ്യം വെക്കുന്നെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊക്കൂണിൽ നിന്ന് ഈസിയായിട്ട് പുറത്തു വരാൻ ശ്രമിക്കുന്ന ചിത്രശലഭം എന്ന മനസ്സ് മാത്രമേ ഉള്ളൂ. ചിത്രശലഭം ആകാനായിട്ട് പറ്റാത്ത ആ ജീവിയെ പോലെ ആയിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. അടിസ്ഥാനം പാറമേ, വചനം കേട്ട് അത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഏത് പ്രശ്നവും വരട്ടെ. ഞാൻ ഇവിടെ നിന്ന് പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും അനുദിന ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സത്യമായും ഞാൻ പറയുന്നു, 73 ബുക്കുകളുടെ ഈ സമാഹാരം, 46 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളും 8500 വാഗ്ദാനങ്ങളും 35520 വചനങ്ങളും നിങ്ങൾക്ക് അഭയസ്ഥാനമോ പ്രതീക്ഷയും കോട്ടയുമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മെ രക്ഷിക്കാൻ ഈ ലോകത്തൊന്നുമില്ല. മനുഷ്യരുടെ എല്ലാ സഹായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്തൊക്കെയോ അവർക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ബന്ധങ്ങളിലെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഇങ്ങോട്ട് കിട്ടുന്ന പ്രതികരണങ്ങളെയാണ് നാം സ്നേഹമെന്ന് പേരിട്ട് പോലും വിളിക്കുന്നത്. ആ പേരിട്ട് വിളിക്കാതെ ഈ ലോകത്തെ സ്നേഹിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണ്? ഈശോ മാത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങോട്ട് കൊടുത്തതിലേക്ക് ഇങ്ങോട്ട് അതേപോലെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കുരിശിന്റെ വഴി ഒരു യുദ്ധക്കളമായി മാറുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പോയ വഴികളിൽ വന്നിച്ചില്ലേലും കുഴപ്പമില്ല. ഒപ്പം നിന്ന് ഓശാന ഞായറാഴ്ച ഓല പിടിച്ചവൻ വരെ അവിടെ നിന്ന് തെറി വിളിക്കുമ്പോഴും കുത്തുവാക്ക് പറയുമ്പോഴും നിന്ദിക്കുമ്പോഴും അമ്മ ഉൾപ്പെടെയുള്ളവരെ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഒരു നിസ്സഹായനായിട്ട് മാറ്റപ്പെട്ടു പോയ ശക്തിയില്ലാത്തൊരു മനുഷ്യനല്ല അദ്ദേഹം. രാസറിനെ വീർപ്പിച്ചവന്, അമ്മന്റെ കണ്ണു തുറന്നവന്, തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചവന്, താൻ ജനിക്കുന്നതിന് 5 വർഷം മുമ്പ് പോയി വസ്തുക്കളൊക്കെ കിടന്നവനെ അങ്ങോട്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നടത്തിയവന് ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ സാധിക്കില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ ലോകം കാണിച്ചു തരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് ഈ മക്കളെ പഠിപ്പിക്കണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒപ്പം നിന്നവൻ അത് കെട്ടിപ്പിടിച്ചപ്പോഴും അതിനു മുമ്പ് അവന് പെസഹാപ്പുഴുത്ത് കൊടുത്തപ്പോഴും അവനെ വഴക്കൊന്നും പറഞ്ഞില്ല. നിങ്ങളൊരു വിശേഷമെന്ന് പറഞ്ഞത് എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത്, നീയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഏതൊരു വ്യക്തിയിലേക്കാണോ അത് കേൾക്കേണ്ടത് അവർക്കാണ് അത് കൊള്ളേണ്ടത്. കൊണ്ടില്ല. സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നത് മാത്രമേ ചോദിച്ചുള്ളൂ. അവനെ തള്ളി മാറ്റിക്കൊണ്ട് നിന്റെ സഹായമൊന്നും വേണ്ട, ഇതെല്ലാം എന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. മറക്കാത്തൊരു സ്നേഹം. അതിനു മുമ്പ് ഒരാൾ കിടന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, ഈ ലോകത്ത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല. പക്ഷേ ഒരു നെരുപ്പോടിന്റെ ചൂടും കുറെ ആൾക്കാരും വന്ന് ചുറ്റുമിരുന്നപ്പോൾ ആ മനുഷ്യൻ കുറച്ചു നേരത്തേക്ക് കർത്താവിനേക്കാൾ ഈ നെരുപ്പോടിന്റെ ചൂടിന്റെ പ്രാധാന്യം ചുറ്റുപാട് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒരാളുമാകാൻ നോക്കി. കാരണം ഇവിടെ നിന്ന് പുറത്താകുന്നതിനേക്കാൾ ഇഷ്ടം അവിടെ ഈശോ ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണുകയും വേണം, എന്നാൽ അവൻ എന്റെ ആരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ധ്യാന സെന്ററുകളിൽ അങ്ങനെ ഒരു ന്യൂനപക്ഷ ആളുകൾ വരാറുണ്ട്. ഇവിടെ നടക്കുന്ന എന്താണെന്നൊന്ന് അറിയാം, അങ്ങനെ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്കത് നിഷേധിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം എന്താണ്? കാഴ്ചക്കാർക്ക് എപ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കുമ്പോഴാണ് അവർക്ക് ഒബ്ജക്റ്റീവ് ആകാൻ പറ്റും. അല്ലേ? രണ്ടും സംസാരിക്കാൻ, അല്ലെങ്കിൽ നമുക്കത് സബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റുള്ളൂ. കർത്താവിനെ അവിടെ നിഷേധിച്ചുകൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞിട്ട് കർത്താവ് ദയനീയമായിട്ടൊന്ന് നോക്കി. പക്ഷെ ആ നോട്ടത്തിനകത്തെ പത്രോസ് തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഈ ലോകത്തിന്റെ സ്നേഹം അല്ലാത്തൊരു സ്നേഹം എന്നിലേക്കൊരു നോട്ടം നോക്കിയെന്നും ആ നോട്ടത്തിലേക്ക് പിന്നീട് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവനൊന്നും പറയാതെ പുറത്തുപോയി. അതുവരെ നെരുപ്പോടും അതിന്റെ ചൂടും ചുറ്റുപാടുകളും വേണ്ടവൻ ആ കൊടു തണുപ്പത്ത് പുറത്തു പോയിരുന്ന് പൊട്ടി കരയുകയാണ്.
വിങ്ങിക്കരച്ചിലുകളിലേക്ക് അത് മാറുകയാണ്. യഥാർത്ഥത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളില് ഈ ഒരു വലിയ സാക്ഷ്യത്തിന്റെ അനുഭവം ഉണ്ടാവണം. എന്താണ്? ഈ ആഴത്തിൽ വേരുറപ്പിച്ച് പണിയപ്പെടുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ ആ അനുഭവം. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പിൽ നടക്കേണ്ടത്. കർത്താവിനെ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവിനെ ചേർത്ത് പിടിക്കുന്ന, കൃപയോടുകൂടി അവിടുത്തോടൊപ്പമായിരിക്കുന്ന ഒരു കൂട്ടം ജീവിതങ്ങൾ നാം മാറ്റണം. ഇനിയും നോമ്പ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഒരു വലിയ ചിന്തയാണല്ലോ ഉപവാസത്തിൻ്റെതായ ചിന്തകൾ. എന്താണ് യഥാർത്ഥത്തില് ഉപവാസം? ഉപവാസം യഥാർത്ഥത്തില് നമ്മിൽ നാം സ്വയം ഉയർത്തുന്ന അഹങ്കാര ഭാവങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ ശരീരത്തെ നാം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ഹിതത്തോട്, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹണത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ ഉപവാസത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, ഉപവാസം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ മത്തായി 6 വിശേഷങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈശോ പറയുന്നതാണ് ഉപവാസം എന്നത് 17-18 വാക്യങ്ങൾ. നീ കർത്താവിനോടൊപ്പം ഉപവസിക്കുന്നു എന്നത് ചുറ്റുപാടുകളിൽ നിന്നൊരു മെറിറ്റിന് വേണ്ടിയാവരുത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ചില ഭവനങ്ങളിലെ നോക്കിയല്ലേ, നമ്മുടെ ചില വീടുകളിലെ നമ്മൾ ഉപവസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ വീട്ടിൽ ഒത്തിരി ചിലവ് കൂടുതലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആഴ്ച മുതൽ വീട്ടിൽ ബീഫ് മേടിക്കില്ല, ഫിഷ് മേടിക്കില്ല, എഗ്ഗ് മേടിക്കില്ല, പകരം പനീർ മേടിക്കും. പിന്നീട് ചീസ് ഉണ്ടാവും, അല്ലേ? പിന്നീട് അവർക്ക് പിന്നെ തൈര് ആവശ്യത്തിലധികം പൊട്ടിച്ചു വെക്കും. പിന്നീട് വെജിറ്റബിൾസിന്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുകൾ മുഴുവൻ ഉണ്ടാക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ നാവിന്റെ രുചിക്കൂട്ടുകളോടൊന്നും ഉപവസിക്കുന്നില്ല. അതിന്റെ വസ്തുക്കളെ അങ്ങോട്ട് കൊണ്ട് മാറ്റിയത് മാത്രമേ ഉള്ളൂ. അതായത് ചിലർക്ക് സോയാബീൻ എടുത്തിട്ട് അത് ബീഫ് പോലെ വറുത്ത് അത് കഴിക്കും. അപ്പോൾ ആ ബീഫാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരം ഉപവാസങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ഇല്ലെങ്കിൽ ചില ആളുകളുണ്ടെന്നാ രാവിലെ ഫാസ്റ്റിംഗ് ആണെങ്കിൽ അതെല്ലാവരെയും കൊണ്ട് പറയിക്കും. എന്താണ് ഒരു ക്ഷീണം? രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അതെന്താ നോക്കല്ലേ? ഉച്ചയാകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ക്ഷീണം, ഉച്ചയ്ക്കും ചെന്നും വേണ്ട, എന്താണ് കണക്ക് താണിരുന്ന 2 നേരം ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതെന്തുവാണ്? നാട്ടുകാർക്ക് വേണ്ടി എടുക്കുന്നത് പോലെയാണ്. ഈ ഞാൻ ഇങ്ങനെ ഉപവസിച്ചു, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. വൈകുന്നേരം 1.5 കിലോ ചോറ് പോകുന്നുണ്ട്. ചോദിച്ചാൽ മതി, 2 നേരം ആഹാരം കഴിച്ചില്ല, ആരായിട്ട് നിർബന്ധിച്ചോ കഴിക്കായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഉച്ചക്കത്തെ ഉപവാസം നിർത്തിയത്. നേരത്തെ ധ്യാന സെന്ററിൽ ഉച്ചയ്ക്ക് ഉപവാസം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കണ്ടൊരു മാരകമായ പ്രശ്നം എന്ന് പറയുന്നത്, കൈ വെക്കുന്ന സമയത്ത് ആർക്കും വേണം ചോറ്, താഴെ ചോറ് കഴിയത്തില്ല. ഷുഗർ പിടിച്ചോളി ഒരുപാട് ചോറില്ല. ഈ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 പിടിയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇവരെ കൊണ്ട് കൂടുതൽ ചോറ് കഴിഞ്ഞ് ഷുഗർ രോഗികളാക്കുന്നതിനേക്കാൾ നല്ലത് ഒരേ അളവ് കുറച്ച് 2 നേരമായിട്ട് ചോറ് കൊടുത്ത് അവരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ ചോദിച്ചു. അപ്പൊ ഉപവാസങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? മുഖം വിഷാദപ്പെടുത്തുക. കപട നാട്ടിക്കാരുടെ ഉപവാസം കർത്താവ് പറയുന്നത് 16-ാം വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്ടിക്കാരെ പോലെ, ഹിപ്പോക്രസി എന്താണ്? വിഷാദം ഭാവിക്കുക. തങ്ങൾ ഉപവസിച്ച് അതിരെ കാണിക്കുകയാണെങ്കിൽ മുഖം വികൃതമാക്കി പിടിക്കുക എന്ന് പറഞ്ഞ് വല്ലാത്ത ക്ഷീണം അസ്വസ്ഥതയും ഒക്കെ വെക്കുക. ഇങ്ങനെ കർത്താവ് പറഞ്ഞ എന്താ? നീ ഉപവസിക്കുമ്പോൾ നന്നായിട്ട് മുഖം കഴുകി, മുഖത്ത് തൈലം പൂശി, നല്ല മിടുക്കരായിട്ട് മിടുക്കിയായിട്ട് ഇരിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. നിനക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. നമ്മൾ മാത്രം, ഞാനിത് ദൈവം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആരുടെയും ആത്മീയതയെ അങ്ങനെ കട്ടാക്കി ചോദ്യം ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്കറിയില്ല ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെയും കൂടി ആകാമെന്ന് പറയുമ്പോൾ ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നതാണ്, അല്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ പറയും, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നീ പൂർണ്ണമായും മോശമാണെന്നോ നീ പൂർണ്ണമായും നല്ലതാണെന്നോ പറയാൻ നമുക്ക് അവകാശമല്ല. കാരണം എന്നെയും അവനെയും സൃഷ്ടിച്ച ദൈവത്തിന് അവനും ഞാനും ഒരേപോലെ പ്രിയപ്പെട്ടതായതുകൊണ്ട് അവൻ ഞാനും തമ്മിൽ വിധിക്കിടയ്ക്ക് അവനും എനിക്കും തമ്മിൽ വിധികർത്താവാകാൻ വേറൊരാൾ വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലൂക്ക 18 എടുത്തേ, അങ്ങനെ ഒരാൾ ഇതിൽ വിധികർത്താവാകാൻ നോക്കുന്ന ഒരു ഭാഗം നാം കാണുന്നുണ്ട്. ലൂക്ക 18:9-14. ഫരിസേയനും ചുങ്കക്കാരനും ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ പോയി. എന്താ സംഭവിച്ചത്? ഫരിസേയൻ നിന്നുകൊണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്?
ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നാൽ അക്രമികളും നീതിരെതിരും അങ്ങനെ ഇങ്ങനെയൊന്നുള്ള ഒരാളുകളെയും പോലെയല്ല ഞാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതാണ് ഞാൻ എന്റെയും നിന്റെയും ദൈവമെന്ന ഭാവത്തിൽ എന്റെ മാത്രം ദൈവത്തിന്റെ പൊസസീവ്നെസ്സിൽ എന്റെ സഹോദരന്റെ ആധ്യാത്മികത. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. സഹോദരന്റെ ആധ്യാത്മികതയെ ചോദ്യം ചെയ്യാൻ ഈ നോമ്പ് കാലത്ത് ഞാൻ പോകാൻ പാടില്ല. എന്റെ ഭവനത്തിലോ എന്റെ കൂട്ടായ്മയിലോ ആരുടെ ആധ്യാത്മികത, കാരണം അവരുടെ ആധ്യാത്മികത വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന നന്മകളെല്ലാം പറയാൻ ചെയ്യാം. പക്ഷെ അതിന് വിധികർത്താവാകുന്ന അവിടെ എന്താണ് ഈ ചുരുക്ക അദ്ദേഹം പറയുന്നത്? 11-ാം വാക്യത്തിന്റെ അവസാനം, വ്യഭിചാരികളായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല എന്നൊരു വർത്താനോടെ അല്ലേ? കർത്താവിന്റെ മകനാണ് ഈ പറയുന്ന ചുങ്കക്കാരൻ എന്ന് പറയുന്നയാളും ഈ വരിസേൻ എന്ന് പറയുന്നയാളും. നമ്മുടെ വീട്ടിലെ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ ഇടവകയിലുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അത് മതമോ ജാതിയോ വർണ്ണമോ ഒന്നുമില്ല, എല്ലാവരും ദൈവത്തിന്റെ മക്കളായതിനാൽ തന്നെ നമ്മൾ ആരുടെയും വിധികർത്താവേണ്ട. വിധികർത്താവേണ്ടത് പോലുണ്ട്. നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ആ ചുങ്കക്കാരനെ പോലെ നമുക്ക് നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ച്, എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതയുടെ കാര്യത്തിൽ നമുക്കൊരു ചിന്തയുള്ളൂ. എന്താണെന്നറിയാമോ? ദൈവമേ, ഞാൻ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ, കരുണയായിരിക്കണമേ. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ഒരു നല്ല ബന്ധം ഈ നോമ്പ് കാലഘട്ടത്തിൽ എന്നെ ദൈവവുമായിട്ട് ചേർത്ത് വെച്ച് ജീവിക്കാൻ. പക്ഷെ ഞാൻ ബലഹീനനാണ്, കുറവുകളുള്ള വ്യക്തികളാണ്. എനിക്ക് ഇനിയും ഒരുപാട് ഉയരേണ്ടിയിരിക്കുന്നു. വാർത്തടിച്ച് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തയ്യാറാകാതെ, അല്ലെങ്കിൽ അതിനുപോലും ധൈര്യപ്പെടാതെ അവൻ പറയുകയാണ്, പാപിയായ എന്നിൽ കനിയണമേ. ഈ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ളവരെ അലിവോടെ നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എളിമയുടെ ഒരു വാക്കാണ്, ഞാനും പാപിയാണ്. ആയതിനാൽ തന്നെ ചുറ്റുപാടുമുള്ളവരിലേക്കും കരുണയുടെ കരങ്ങളെ നീട്ടിക്കൊടുക്കാൻ എനിക്ക് പ്രത്യേകമായ ദൗത്യവും കടമയുമുണ്ട് എന്നുള്ള വലിയ ബോധ്യം. ഈ ബോധ്യത്തിൽ നമ്മൾ ഈ നോമ്പ് കാലഘട്ടം ദൈവം നമ്മളിൽ നിന്ന് അപേക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോക്ക് അവസാനിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരികയാണ്. തെസ്സലോനിക്ക 1 തെസ്സലോനിക്ക 4 അധ്യായം 3-4 വചനങ്ങൾ. 1 തെസ്സലോനിക്ക 8. കൊളോസോസൊക്കെ കഴിഞ്ഞാണ്. നോമ്പിലൂടെ യഥാർത്ഥത്തിൽ പട്ടിണി കടന്നതിനെ കുറിച്ചോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തതിനെ കുറിച്ചോ ഏതോ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ത്യാഗത്തിന്റെ ദിവസങ്ങളെ കുറിച്ചോ ഒന്നുമല്ല ദൈവം അഭിലഷിക്കുന്നത്. അതെന്താണ് അഭിലഷിക്കുന്നത്? തെസ്സലോനിക്ക ലേഖനം 1:4 3-ാമത്തും 4-ാമത്തെയും വരുന്നത്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, അസന്മാർഗതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അസന്മാർഗികത എന്ന് പറയുമ്പോൾ സന്മാർഗമല്ലാത്തത്, മോറൽ അല്ലാത്തതല്ല, ഇമ്മോറലാണ്. സന്മാർഗം എന്ന് പറയുന്നത് നല്ല മാർഗം. നല്ല മാർഗം ദൈവത്തോടു കൂടിയായിരിക്കുന്ന മാർഗം. ആ സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതല്ലാത്ത മാർഗം, അത് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കണം. ആ മാർഗങ്ങളിൽ നിന്ന് മാറി ഒരു വ്യക്തി നല്ല മാർഗത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ഏത് കാര്യമാണ് ദൈവം അഭിലഷിക്കുന്നത്? വിശുദ്ധീകരണം. നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പിലൂടെ കർത്താവ് അഭിലഷിക്കുന്നത്. ഈ നോമ്പിലൂടെ അഭിലഷിക്കുന്ന ഈ വിശുദ്ധീകരണം എന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്. ഉയർത്തുന്ന മഹാസത്യത്തെ മനസ്സിലാക്കാൻ ഞാനാകുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഈ പാപബന്ധനങ്ങളുടെയും ഈ അശുദ്ധമായ ഇടങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നിന്നാൽ സാധിക്കുകയില്ല. അത് വിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്കാണ് ഉയർപ്പിക്കപ്പെട്ട കർത്താവിന്റെ സമാധാനവും ആ ഉയർപ്പിക്കപ്പെട്ട കർത്താവിനെയും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നോമ്പെടുക്കുന്നത് ഉയർപ്പിക്കപ്പെട്ട കർത്താവിനോടൊപ്പം ഉയർപ്പിന്റെ ഉത്ഥാന സന്തോഷത്തില്, ഉത്ഥാനത്തിന്റെ കൃപയില്, ഉത്ഥാന മഹോത്സവത്തിന് എന്റെ ജീവിതം പിന്നീട് മുന്നോട്ട് മുഴുവൻ പോകാൻ വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നൽകുന്നത് ഈ ഉത്ഥാനാനുഭവത്തിൽ മുന്നിലേക്കുള്ള പോക്കാണ്. കാരണം ഇത് ഞാൻ വെറുതെ അങ്ങ് പറയുകയല്ല എന്ന് പറയാൻ ഞാനല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ്, സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്. നോമ്പിൽ എന്റെ കർത്താവ് ഈ വിശുദ്ധീകരണത്തിലേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് മറ്റാരും എന്നോട് പറഞ്ഞതല്ല. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 1 തെസ്സലോനിക്ക 7-ാം വാക്യം എടുത്ത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അശുദ്ധിയിലേക്ക് ഒരാൾ വീണ്ടും വീണ്ടും പോകുമ്പോൾ എന്താണ് നൽകുന്നത്? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്.
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ശുദ്ധമായ കാര്യങ്ങളോടൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മൾ ആരാണ്? പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധിയിലേക്ക് വളരണം. വിശുദ്ധിയിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ്? കർത്താവിന്റെ അഭിലാഷം നമ്മളെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈ വിശുദ്ധീകരണത്തിന്റെ മക്കൾക്കുള്ളതാണ് വിശുദ്ധിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്ഥാന അനുഭവം. ഉത്ഥാന മഹോത്സവത്തിന്റെ ആ ഉത്തിതനോടൊപ്പം നിൽക്കുന്ന ആ വലിയ അനുഭവം. 1 കൊരിന്ത്യർ 3:16-17 എടുത്ത്. 1 കൊരിന്ത്യർ 3:16-17. ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. എന്തെല്ലാം ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം ഈ വിശുദ്ധീകരണത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ നമുക്ക് നൽകുന്ന ദൈവാത്മാവിനെ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന ദൈവത്തെ തന്നെയാണ് നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം അത് മറന്ന് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ വീണ്ടും അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. നാം യഥാർത്ഥത്തിൽ ദൈവാലയമാകേണ്ട നമ്മൾക്ക് ഈ ദൈവാലയത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ ആലയങ്ങളായി മാറിയ ഈ ജെറുസലേം ദേവാലയത്തിൽ എപ്രകാരമാണോ പുറത്തു നിന്നുള്ള വസ്തുക്കളെ എല്ലാം കയറ്റി വെച്ച് ദേവാലയത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി കളഞ്ഞത്, അതുപോലെ ഈ നാമാകുന്ന ഈ ദേവാലയത്തിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന കാളയാടും മാടുകളുമാകുന്ന ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ചവിട്ടി പുറത്താക്കി ആട്ടിപ്പുറത്താക്കി ഇതിനെ ദൈവത്തിന്റെ ആലയമായ എന്റെ പിതാവിന്റെ ആലയമായിട്ട് ഞാൻ മാറ്റുന്ന ആ അനുഭവത്തിലേക്കുള്ള കടന്നുവരവിനെയാണ് നോമ്പെന്ന് നാം വിളിക്കേണ്ടത്. കേവലം ഭക്ഷണവർദ്ധന മാത്രമല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു പോകാനല്ലത്, മറിച്ച് അതെന്താണ്? ഓരോ വ്യക്തിയും നമ്മൾ ഓരോരുത്തരും സ്വമനസാലെ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ആലയമായതിനാൽ അതിനെ ഞാൻ നശിപ്പിക്കുകയില്ല. അങ്ങനെ നശിപ്പിച്ചാൽ ദൈവം എന്നെ നശിപ്പിക്കും. എന്താ നശിപ്പിക്കല്? ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഇരുളിന്റെ ജീവിതമാണ്. അത് കൊരിന്ത്യർ ലേഖനം 2:14 പറയുന്നു. ലൗകിക മനുഷ്യൻ എന്താണെന്ന് 14-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 2:14. അവന് ദൈവാത്മാവിന്റെ ദാനങ്ങളെല്ലാം ഭോഷത്വമായിട്ടേ തോന്നുകയുള്ളൂ, അവനത് സ്വീകരിക്കുന്നില്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ എന്താണ്? 15-ാമത്തെ വാക്യം, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിയാറുണ്ട്. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് ആ മനസ്സിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് നാം രൂപാന്തരപ്പെടാൻ യഥാർത്ഥത്തിൽ ഈ നോമ്പ് കാലഘട്ടം നമ്മെ വിളിക്കുന്നു. അതാണ് ആത്മാവിലുള്ള ആരാധന, സത്യത്തിലുള്ള ആരാധന. അത് കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നതല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വർജനകളും പ്രാർത്ഥനകളും യഥാർത്ഥത്തിൽ എന്നെ ആത്മീയ മനുഷ്യനായിട്ട് മാറ്റണം, ദൈവത്തിന്റെ മനസ്സറിയുന്ന വ്യക്തിയായിട്ട് മാറ്റണം. ദൈവാത്മാവ് കുട്ടികൊള്ളുന്ന ആത്മാവിന്റെ ആലയമാണ് എന്റെ ശരീരമെന്ന ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരണം. ഇപ്രകാരമുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 12 എടുക്കൂ. റോമാലേഖനം 12 1ഉം 2ഉം വചനങ്ങൾ എന്താണെന്നറിയാമോ? ഒരു സജീവ ബലിയും ആരാധനയും എന്താണെന്ന് പറയുകയാണ്. നമ്മൾ ഈ നോമ്പ് കാലത്ത് മറ്റെല്ലാം മറന്നുപോയാലും യഥാർത്ഥ ആരാധനയും സജീവമായ ബലിയും എന്താണെന്ന് മറക്കരുത്. അതെന്താണ്? ആകയാൽ സഹോദരരെ, റോമ 12:1 വചനങ്ങൾ, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാവരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായ എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈ നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ വേണ്ടി ഒരുങ്ങുന്ന, അതിനു വേണ്ടി പരിശ്രമിച്ച് അത് മനസ്സിലാക്കുകയും ജീവിതാന്ത്യത്തോളം അതൊരു ഓൺഗോയിങ് പ്രോസസ്സായിട്ട് നടക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിന്റെ നവീകരണത്തിലൂടെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട് നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ
ദൈവത്തിന്റെ ഹൃദയമെടുപ്പ് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായ എന്താണ് സുവിശേഷമെന്ന് മനസ്സിലാക്കുന്ന കൃപയുടെ ഒരു ജീവിതം സ്വന്തമാക്കി ഉത്ഥാനത്തിന്റെ മഹാനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നോമ്പുകാരനും നോമ്പുകാരിയുമായി മാറും. മലങ്കര കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിളിക്കുന്ന ഉത്തമനായ നോമ്പുകാരനും നോമ്പുകാരിയുമായിട്ട് മാറുന്നു. നോമ്പിന്റെ ചിറകുകളാല് നമ്മൾ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നു. ഈ ശുദ്ധമായ നോമ്പിന്റെ കൃപകളാല് നമ്മൾക്ക് കാൽവരിക്കപ്പുറമുള്ള ഉത്ഥാനത്തിന്റെ ആ വലിയ സന്തോഷത്തെ ലക്ഷ്യം വെക്കാൻ ഉദ്ധിതനോടൊപ്പം നടന്നുകൊണ്ട് ഈ ലോകത്തിൽ സുവിശേഷമായി മാറാൻ നമുക്ക് സാധിക്കുന്നു. ഇതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ തുടർച്ചയ്ക്കാണ് ഇന്ന് ഈ തപസ് കാലഘട്ടത്തിൽ കർത്താവിന്റെ 40 ദിനരാത്രങ്ങളുടെ തപസ്സിനോട് ചേർന്ന് നാമും തപസ്സിലായിരിക്കുന്നത്. ഈ ദിവസങ്ങളും ഈ നോമ്പും ഈ പുതിയ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാനുള്ള പരിശ്രമത്തിന്റെ അനുഭവമാകാം. നോമ്പ് കാലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക മാത്രമല്ല, ഒപ്പം കൂട്ടുക മാത്രമല്ല, അവന്റെ ഹൃദയമെടുപ്പിനെ എൻ്റെ ഹൃദയത്തോടും കാതിനോട് ചേർത്ത് വെച്ച് ഒന്നിച്ച് ഞങ്ങൾ ഒന്നായിത്തീരും. ഞാൻ മറ്റൊരു ക്രിസ്തുവാകുന്നത് മാത്രമല്ല, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ എന്നിൽ ഞാൻ അവനിൽ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അവനെ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നെ പൂർണ്ണമായി ഞാൻ നൽകുന്നു. ഏതാണ്ട് യോഹന്നാൻ 15:4 മറക്കാതെ നല്ല മുദ്രവല്ലിയായിട്ട് മാറാൻ, ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ, ശാഖകൾ വെട്ടിയൊരുക്കപ്പെടുന്ന കൃപയുടെ ഒരു കാലഘട്ടം, പുണ്യം പോക്കുന്ന ഈ നോമ്പ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.